Hello dear students. So Asthra batchന്റെ സെക്കൻഡ് ഡേ ക്ലാസ്സസ് നമ്മൾ ഇന്നലെ എക്സംഷൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് അല്ലേ. സോ നമ്മളതിൽ എഡ്യൂക്കേഷൻ സർവീസുമായി ബന്ധപ്പെട്ടുള്ള എക്സംഷൻസ് ഡിസ്കസ് ചെയ്തു. പിന്നെ എന്തായിരുന്നു, അഗ്രികൾച്ചർ സർവീസുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. ഹെൽത്ത് കെയർ ഓൾസോ, ഹെൽത്ത് കെയർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു 3-4 സെക്ടറും കൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സംഷൻസ് ആണ്. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും അല്ലേ, നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് ഓക്കെ, അപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് നിങ്ങൾക്കറിയാം പബ്ലിക് വെൽഫെയർ അല്ലേ, പുവറിൻ്റെ റിലീഫിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ ഒരുപാട് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന ഒരുപാട് സർവീസുകൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്, ക്ലിയർ. പക്ഷേ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. സോ വായിച്ചു നോക്കി കഴിഞ്ഞാൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും എക്സംഷൻ കൊടുത്തു കഴിഞ്ഞാലേ ക്ലിയർ അത് ബുദ്ധിമുട്ടാകും. കാരണം വെച്ചാൽ അത് ഒരുപാട് മിസ്യൂസ് ആവും. അതുകൊണ്ട് ഗവൺമെൻറ് ആദ്യം പറഞ്ഞു, എക്സംഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇൻകം ടാക്സിൽ രജിസ്ട്രേഷൻ വേണം ആസ് 12AB ചാരിറ്റബിൾ ട്രസ്റ്റ് അണ്ടർ ഇൻകം ടാക്സ്. സോ ശ്രദ്ധിക്കുക, GSTയിൽ എക്സംഷൻ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രസ്റ്റുകൾക്ക് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. There is one more condition which says that 12AA or AB registered trust ആയിരിക്കണം അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ബൈ വേ ഓഫ് എ ചാരിറ്റബിൾ ആക്ടിവിറ്റി. സോ 2 കണ്ടീഷൻ ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ്. ഏതൊക്കെയാണ്? ഒന്ന്, 12AA or AB പ്രകാരം രജിസ്റ്റേർഡ് ആയിരിക്കണം, പ്ലസ് ഇറ്റ് ഷുഡ് ബി എ ചാരിറ്റബിൾ ആക്ടിവിറ്റി. ചാരിറ്റബിൾ ആക്ടിവിറ്റിയിൽ 4 നോട്ടിഫൈഡ് ആക്ടിവിറ്റീസ് ഉള്ളത്. ആ ആക്ടിവിറ്റിക്ക് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ നടത്തുകയാണെങ്കിൽ 12AB രജിസ്ട്രേഷൻ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ചാരിറ്റബിൾ ആക്ടിവിറ്റി അല്ല. ചാരിറ്റബിൾ ആക്ടിവിറ്റി അല്ലാത്തതുകൊണ്ട് ടാക്സബിൾ ആകുമോ ഇല്ലയോ? സോർണോ? യെസ്, ടാക്സബിൾ ആവും. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഈ രീതിക്കാണ് ഇതിൽ പഠിച്ചു പോകേണ്ടത്. സർവീസസ് ബൈ എ ചാരിറ്റബിൾ ട്രസ്റ്റ് എക്സംഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ 12AA or AB. പണ്ടായിരുന്നു AA, ഇപ്പോൾ AB എന്നുള്ള സെക്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഓഫ് IT ആക്ട് പ്രകാരം രജിസ്റ്റേർഡ്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആയിരിക്കണം. പ്ലസ് ഇറ്റ് ഷുഡ് ബി എ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്. 4 ആക്ടിവിറ്റീസ് ഉള്ളത്, ABCD, പിന്നെ അതിന് സബ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ ഫൈൻ. ദെൻ യു ക്യാൻ ക്ലെയിം എക്സംഷൻസ്. ക്ലിയർ ആണോ? വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ചാരിറ്റബിൾ ആക്ടിവിറ്റി, യു ആർ ഡൂയിങ് സം അതർ ആക്ടിവിറ്റി, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി, ദെൻ ഇറ്റ് വിൽ ബി ടാക്സബിൾ സപ്ലൈ. ഇറ്റ് വിൽ ബി എ ടാക്സബിൾ സപ്ലൈ. നൗ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, വാട്ട് ഹാപ്പൻസ് ഇഫ് യുവർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ രജിസ്റ്റേർഡ്? 12AA-ABയിൽ ഇൻകം ടാക്സിൽ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അങ്ങനെയാണെങ്കിൽ യുവർ സ്റ്റിൽ വിൽ ബി ലയബിൾ ടു പേ GST ഓൺ ഓൾ സപ്ലൈസ്. യു കാൺ ക്ലെയിം എനി എക്സംഷൻസ്. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റത്തെ കോൺസെപ്റ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിലും ഐസിയുടെ മെറ്റീരിയലൊക്കെ നോക്കുകയാണെങ്കിലും ഇതേപോലെ ഇതാണ് 2 കണ്ടീഷൻ. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റ്. ഞാൻ പറഞ്ഞു 1, 2, 3, 4 4 ആക്ടിവിറ്റി കണ്ടില്ലേ. ഈ 4 ആക്ടിവിറ്റീസ് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻസ് അണ്ടർ GST. യു നീഡ് നോട്ട് പേ ടാക്സ് ഓൺ യുവർ സപ്ലൈസ് അല്ലേ. ഇത് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കി പോവാം. ഫസ്റ്റ് വൺ, കെയർ കൗൺസിലിംഗ് ഓഫ് ടെർമിനലി ഇൽ പേഴ്സൺ, ഫിസിക്കൽ സിവിയർ മെൻ്റൽ ഡിസേബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യൽ സ്കൂൾസ് ഒക്കെ പറയില്ലേ. സ്പെഷ്യൽ സ്കൂൾസ് ഒക്കെ പറയുമ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിന് വേണ്ട സ്കൂളൊക്കെ ഉണ്ടാവില്ലേ. ഈ സ്കൂൾ നടത്തുന്നതിന് ചാരിറ്റബിൾ ട്രസ്റ്റിന് കിട്ടുന്ന ഇൻകം, ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഗാർഡിയൻസിനോ പാരൻസിനോ എന്നൊക്കെ ചാരിറ്റബിൾ ട്രസ്റ്റിന് കിട്ടുന്ന ഇൻകം ഇല്ലേ, ദാറ്റ് ഈസ് exempted provided that the trust is registered under 12AB ഓഫ് ഇൻകം ടാക്സ് ആക്ട് അല്ലേ. അപ്പോൾ ഇതാണ് കെയർ കൗൺസിലിംഗ് ഓഫ് സിവിയർ ഫിസിക്കൽ ടെർമിനലി ഇൽ പേഴ്സൺ, സിവിയർ ഫിസിക്കൽ ഓർ മെൻ്റൽ ഡിസേബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസിന്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള സ്പെഷ്യൽ സ്കൂൾസ് നടത്തുകയാണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻസ്. ഓക്കെ ഫൈൻ. അടുത്തത്, പേഴ്സൺ അഫക്റ്റഡ് വിത്ത് HIV/AIDS അല്ലേ, ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇല്ലേ, കെയർ കൗൺസിലിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ
ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലേ ക്യാൻ ക്ലെയിം എക്സംഷൻസ്, GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. അടുത്തത് നാർക്കോട്ടിക് ഡിപ്പെൻഡിങ് സബ്സ്റ്റൻസ് അല്ലേ, അഡിക്റ്റഡ് ടു ഡിപ്പെൻഡിങ് സബ്സ്റ്റൻസ് അല്ലേ, എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്. ക്ലിയർ. സോ ഡി അഡിക്ഷൻ സെൻറ്റർ നമ്മൾ സിനിമയിലൊക്കെ അല്ലേ, ഇങ്ങനെ സിനിമകളിലൊക്കെ ഉണ്ട്. സോഷ്യൽ ടെൽ മീ, ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൽ നടത്തുകയാണെങ്കിൽ, ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുകയാണെങ്കിൽ GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. സോ ഈ സിനിമയിൽ തന്നെ ഈ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ നടത്തുന്നത് ആ പള്ളിയല്ലേ, ചർച്ചല്ലേ, ആ ചർച്ചിന് 12AB രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, ടെൽ മീ GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഈ ഒരു സ്പെസിഫൈഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റി ലിസ്റ്റിൽ വരുന്നല്ലേ, അത് വരുന്നതുകൊണ്ട് GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ? യെസ്. നൗ അടുത്തത് അഡ്വാൻസ്മെന്റ് ഓഫ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി. മതപരമായ കാര്യങ്ങളില്ലേ, പഠിപ്പിച്ചു കൊടുക്കുക, ഉത്ബോധനം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു പ്രീച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തണമെങ്കിൽ അത് രണ്ടാമത്തെ കാറ്റഗറി വരും. അഡ്വാൻസ്മെന്റ് ഓഫ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി. മതപരമായ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, പ്രീച്ചിങ് കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിന്ന് ഒരു റവന്യൂ കിട്ടുകയാണെങ്കിൽ അതിന് GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. വാട്ട് അബൌട്ട് യോഗ ട്രെയിനിങ് വെച്ചോളൂ. യോഗ ഈസ് ഓൾസോ കവേർഡ് ഹിയർ. സോ നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം, അഡ്വാൻസ്മെന്റ് ഓഫ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി ആൻഡ് യോഗ. യോഗ ഇസ് ഓൾസോ ആഡഡ് ഹിയർ. ക്ലിയർ. സോ നിങ്ങൾ എക്സാമ്പിൾ, ദിസ് പേഴ്സൺ ഈസ് ഹാവിങ് എ യോഗ ട്രെയിനിങ് സെൻറ്റർ. ഓക്കെ ഫൈൻ, യോഗ ട്രെയിനിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. ആൻഡ് ടെൽ മീ ദിസ് പേഴ്സൺ ഇസ് ഓൾറെഡി രജിസ്റ്റേർഡ് ഇൻ 12AB ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലേ, അതിൽ രജിസ്റ്റേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ യോഗ ട്രെയിനിങ് സർവീസസ് യു ക്യാൻ ക്ലെയിം എക്സംഷൻ. GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർലി, യോഗ ട്രെയിനിങ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് എൻ എക്സംഷൻ, ക്യാൻ ബി ക്ലെയിംഡ്, കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. യോഗ ഇസ് ഓൾസോ കവേർഡ് ഹിയർ. സോ നമ്മൾ ഇന്നലെ പഠിച്ചതിലൊരു യോഗയുണ്ട്, അതായത് ഹെൽത്ത് കെയർ സർവീസസിലും യോഗയുണ്ട് അല്ലേ, റെക്കഗ്നൈസ് സിസ്റ്റം ഓഫ് മെഡിസിൻ പഠിച്ചില്ലേ? യെസ്. അപ്പോൾ അവിടെ എന്താ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ, യോഗ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മുട്ടുവേദന, കാലുവേദനയൊക്കെ ഉണ്ടാവില്ലേ, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ കം അണ്ടർ ഹെൽത്ത് കെയർ സർവീസസ് ആൻഡ് ദാറ്റ് എക്സംഷൻ ക്യാൻ ബി ക്ലെയിംഡ് ബൈ എനി പേഴ്സൺ. ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, യോഗ പഠിപ്പിച്ചു കൊടുക്കൽ കാര്യമൊക്കെ ഉണ്ടാവില്ലേ, അതിന് എക്സംഷൻ കിട്ടണമെങ്കിൽ യു ഷുഡ് ബി ഓൾവേസ് രജിസ്റ്റേർഡ് അണ്ടർ 12AB ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. ക്ലിയർ ആയോ? സോ ആ ഒരു കോൺസെപ്റ്റ് അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കുക. യോഗ ട്രെയിനിങ് എക്സംഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ 12AB ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, കുറച്ച് പ്രോഗ്രാംസ് ഇല്ലേ, ഇന്ന ആൾക്കാർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എക്സംഷൻ കിട്ടുന്നതുകൊണ്ട് ലിസ്റ്റ് ഉണ്ട്. നോക്കൂ, അബാൻഡൻഡ് ഓർഫൻ ഹോംലെസ് ചിൽഡ്രൻസ്. ക്ലിയർ. ഫിസിക്കലി ട്രോമറ്റൈസ്ഡ് പേഴ്സൺസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ ഓർഫനേജ് പോയിട്ട് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഇല്ലേ, ട്രസ്റ്റ് നടത്തി വെച്ചോളൂ, ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ നടത്തിയിട്ട് ഈ ഓർഫനേജ് പോലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഫോർ ദാറ്റ് ദേ ആർ ഗെറ്റിംഗ് സം ഇൻകം ആണെങ്കിൽ ദാറ്റ് ഇൻകം ഈസ് എക്സംപ്റ്റഡ് അണ്ടർ GST. അതേപോലെ പ്രൊഫഷണൽസിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഇല്ലേ, കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന റവന്യൂ. അതേപോലെ 65 വയസ്സിന് മുകളിലുള്ള റൂറൽ ഏരിയയിലത്തെ ആൾക്കാർക്കില്ലേ, അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം. ഇത് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, ട്രെയിനിങ് ആവശ്യം ശരിക്കും 65 വയസ്സിന് താഴെയാണ് അല്ലേ. 65 വയസ്സിന് മുകളിൽ ഒരു ഐഡിയ കിട്ടാത്ത ആൾക്കാരോട് പിന്നെ എന്ത് ട്രെയിനിങ് കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, 65 വയസ്സിന് മുകളിലും ആയിരിക്കണം, പ്ലസ് ദേ ഷുഡ് ബി ഇൻ റൂറൽ ഏരിയ. അപ്പോൾ 70 വയസ്സുള്ള ഒരു വൃദ്ധൻ ടൗണിലാണ് ജീവിക്കുന്നതെങ്കിൽ, കൊച്ചി ടൗണിലാണെങ്കിൽ അതിനൊന്നും ടാക്സ് വരും. 65+ റൂറൽ ഏരിയ എന്നുള്ള എക്സംഷൻ ക്ലെയിം ചെയ്താൽ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ഓക്കെ. നൗ പ്രിസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിങ് വാട്ടർഷെഡ്, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ഇല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ശബരിമലയിൽ ഉള്ള കാനന പാതയില്ലേ. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സ്പേസസ് പല ചാരിറ്റബിൾ ട്രസ്റ്റ്. ക്ലിയർ. ഫോർ എക്സാമ്പിൾ അയ്യപ്പ സേവാ സംഘ് എന്നുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് വെച്ചോളൂ. അവരായിരിക്കും അതിൻ്റെ വാട്ടർ ബോഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ തടയണേവരൊക്കെ കെട്ടി ക്ലിയർ ഒന്ന് വൃത്തിയാക്കി വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലേ. ഓക്കെ, വൈൽഡ് ലൈഫിനൊക്കെ പ്രൊട്ടക്ഷനൊക്കെ ഇല്ലേ, കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ചാരിറ്റബിൾ ട്രസ്റ്റിന് കിട്ടുന്ന റവന്യൂ ആണെങ്കിൽ അതിനും GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, വാട്ടർഷെഡ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനൊക്കെ ഇല്ലേ, അതിൻ്റെ ഭാഗമായി ചെയ്യുന്ന ആക്ടിവിറ്റി സ്പെസിഫൈഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റിയാണ്, അതിനും GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല.
അപ്പം നമ്മൾ 4 ആക്ടിവിറ്റി പഠിച്ചു. 4 ആക്ടിവിറ്റി സ്പെസിഫൈഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റി ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ ഫൈൻ. നൗ വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഡോണ്ട് പ്രൊവൈഡ് എ സർവീസ്? ഈ ലിസ്റ്റിൽ വരാത്ത സർവീസ് ആണെങ്കിൽ എന്തായിരിക്കും? ടാക്സബിൾ ഓർ നോട്ട്? എസ് ഓർ നോ? ടാക്സബിൾ അല്ലേ? ഈ ലിസ്റ്റിൽ വരാത്ത ആക്ടിവിറ്റി ആണെങ്കിൽ എന്തായാലും GST അടയ്ക്കണ്ടേ? അടയ്ക്കേണ്ടി വരും. ഓക്കെ ഫൈൻ. നൗ എക്സാമ്പിൾ CA കോച്ചിങ് സെൻറ്റർ നടത്തുകയാണെങ്കിൽ ഞാൻ പറയും ഈ ലിസ്റ്റിൽ വരുന്നില്ല, യു ഹാവ് ടു പേ GST. അതെല്ലാവർക്കും അറിയാലോ അല്ലേ? യെസ്. നൗ ഇത് കഴിഞ്ഞ ശേഷം 2 എന്നുള്ള പോയിന്റ് ഇല്ലേ? 2 എന്നുള്ള പോയിന്റിൽ 2 ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് എക്സംഷൻ കൊടുത്തിട്ട് ക്ലിയർ. അതിൽ പറയുന്നതാണ് പേഴ്സൺ വേ ഓഫ് കണ്ടക്ട് ഓഫ് റിലീജിയസ് സെറമണി. അതായത് മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിലെ ചെയ്യുന്ന വ്യക്തികൾ നടത്തും. ഉദ്ദേശിക്കുന്നത് ആരാ? പള്ളിയിലച്ചൻ, പൂജാരി, ഉസ്താദ്മാർ, അങ്ങനത്തെ ആൾക്കാരില്ലേ? യെസ്. അവർക്ക് ചെയ്യുന്ന സർവീസുകൾക്കും GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ ഫൈൻ. സോ ഇവിടെ നോക്കുക കഴിഞ്ഞാൽ കണ്ടക്ട് ഓഫ് റിലീജിയസ് സെറമണി, മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിലെ ചെയ്തിട്ട് കിട്ടുന്ന റവന്യൂ ആണെങ്കിൽ അതിനും GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ. എക്സാമ്പിൾ വാരണാസി എന്നുള്ള സ്ഥലത്ത് ഇതേപോലെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൂജാരിമാരുണ്ടാവില്ലേ? അവർക്ക് കിട്ടുന്ന റവന്യൂ, ആ റവന്യൂയുടെ മുകളിലും GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ റിലീജിയസ് സെറമണി നടത്തുന്ന വ്യക്തിയില്ലേ, അങ്ങേർക്ക് 12AB രജിസ്ട്രേഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ എനി പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി എനി പേഴ്സൺ. ആർക്ക് റിലീജിയസ് സെറമണിക്ക് റവന്യൂ കിട്ടിയാലും GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ. അപ്പോൾ അത് കാര്യം എന്താ വെച്ചാൽ ഗവൺമെൻറ്റില്ലേ, ഗവൺമെൻറ് ഇവർക്ക് എക്സംഷൻ കൊടുക്കാനുള്ള കാരണം എന്താ? എക്സംഷൻ കൊടുത്തില്ലെങ്കിൽ ഇവർ ശപിക്കും ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരെ അല്ലേ? അതുകൊണ്ടായിരിക്കണം. സോ പൂജാരിമാരെയൊക്കെ, അമ്പലത്തിലത്തെ ആൾക്കാരൊക്കെ അല്ലേ, പള്ളിയിലച്ചന്മാർ, ഉസ്താദ്മാരൊക്കെ അല്ലേ, ഇവർക്ക് പേടിയാണ്. അതുകൊണ്ട് ദേ ആർ ഗിവിങ് ഇറ്റ് ആസ് എൻ എക്സംഷൻ. GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഈ റിലീജിയസ് സെറമണി എന്ന് പറയുമ്പോൾ മതപരമായ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ആസ് പെർ എ റിലീജിയസ് ടെക്സ്റ്റ്. മതഗ്രന്ഥങ്ങളിൽ പറയുന്നതായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ ഉടായ്പ പരിപാടി ആവാൻ പാടില്ല. ക്ലിയർ. ഫാറ്റ്സ് ഇതുപോലത്തെ പരിപാടിയില്ലേ, അൺഓതറൈസ്ഡ് ഇല്ലേ, അതായത് സ്വന്തമായി കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും ആവാൻ പാടില്ല അല്ലേ? ഇറ്റ് ഷുഡ് ബി റിലീജിയസ് സെറമണി എന്ന് പറയുമ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളില്ലേ? യെസ്. ഇവിടെ പറയുന്നുണ്ട് റിലീജിയസ് സെറമണി പറയുമ്പോൾ ബർത്ത്, മാരേജ്, ഡെത്ത് ഇല്ലേ, റിലീജിയസ് സെറമണീസിലൊക്കെ വരും. റിലീജിയസ് ടെക്സ്റ്റ് പ്രകാരം ഓതറൈസ്ഡ് ആക്ടിവിറ്റീസ് മാത്രമേ ഈ പറയുന്ന റിലീജിയസ് സെറമണിയിൽ വരുള്ളൂ. എക്സാമ്പിൾ, ഒരു കുട്ടിയുടെ ജനന സമയത്ത് ക്രിസ്ത്യൻസിൽ മാമോദീസം ഒക്കെ ഉണ്ടാവില്ലേ അല്ലേ? അല്ലെങ്കിൽ ചെറിയ മറ്റേ ഹിന്ദുസിലൊക്കെ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നൂലിട്ടും അങ്ങനെ ഒരുപാട് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഈ ചടങ്ങിലൊക്കെ പള്ളിയിൽ ഫോർ എക്സാമ്പിൾ ഒരു പൂജാരിയോ പള്ളിയിലച്ചനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, റിലീജിയസ് ആയിട്ടുള്ള വ്യക്തി വരികയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന റവന്യൂ GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ എല്ലാ മാരേജസിലും ഇതേപോലെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരുടെ പ്രസൻസ് ഉണ്ടാവും, അതിന് GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. അതൊക്കെ റിലീജിയസ് സെറമണിയുടെ ഭാഗമായിട്ട് വരും. ഇനി അടുത്തത് B എന്നുള്ള പോയിന്റ് സ്പെസിഫിക്കലി പറയുന്നത് റെൻറ്റിംഗ് ആണ്. ഓക്കെ, റെൻറ്റിംഗ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗുരുവായൂർ വെച്ചോളൂ. ഓക്കെ, ഗുരുവായൂർ. ഓക്കെ ഫൈൻ. സോ ഗുരുവായൂർ ടെൽ മീ ടെമ്പിൾ 12AB രജിസ്റ്റേർഡ്, എസ് ഓർ നോ? യെസ്. അപ്പോൾ ഗുരുവായൂർ ടെമ്പിളിൻ്റെ സൈഡിലൊക്കെ ഇല്ലേ, മീൻസ് അതിൻ്റെ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് കടകളില്ലേ, ഷോപ്സ്, കൊമേഴ്ഷ്യൽ ഷോപ്സ് ഉണ്ട്. അത് അവർ വാടകയ്ക്ക് കൊടുത്തിട്ട് മന്ത്ലി റെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ റെൻറ്റിംഗ് എന്നുള്ളത് ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റി അല്ല. ചാരിറ്റബിൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ ജനറലി ടാക്സബിൾ അല്ലേ? ജനറലി ടാക്സബിൾ ആണ്. ക്ലിയർ. പക്ഷേ ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റി അല്ലെങ്കിലും സ്പെസിഫിക് ആയിട്ട് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, റെൻറ്റിംഗ് ഓഫ് പ്രിസിൻസ്. പ്രിസിൻസ് എന്ന് പറഞ്ഞാൽ പരിസരമായിരിക്കണം. അതിൻ്റെ പരിസരങ്ങൾക്കില്ലേ എക്സംഷൻ കിട്ടും. ഓക്കെ ഫൈൻ. ഓഫ് എ റിലീജിയസ് പ്ലേസ്, രണ്ടാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഷുഡ് ബി എ റിലീജിയസ് പ്ലേസ്. ദെൻ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ഇല്ലേ, ബൈ എൻ എൻറ്റിറ്റി രജിസ്റ്റേർഡ് ആണ് 12AA. പണ്ട് ആയിരുന്നു, ഇപ്പോൾ AB ആക്കിയാൽ മതി. ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇല്ലേ, സോ രജിസ്റ്റേർഡ് ആയിരിക്കണം അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. അത് മൂന്നാമത്തെ കണ്ടീഷനും. നാലാമത്തത് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ എക്സാമ്പിളോട് നോക്കാം. എക്സാമ്പിൾ, ഗുരുവായൂർ ടെമ്പിൾ 12AA ഓർ AB രജിസ്റ്റേർഡ് വെച്ചോളൂ. ഓക്കെ ഫൈൻ. ഇവർക്ക്
ഇത്രയും സ്പേസ് ഉണ്ട് വെച്ചോളൂ, കല്യാണ മണ്ഡപം, ലോഡ്ജ്, ഷോപ്പ്, ടൗണിൽ. അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്, അവർ ഇത്രയും വാടക റവന്യൂ കിട്ടണം വെച്ചോളൂ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സംഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻസൈഡ് ദ പ്രസിൻസ്. സോ ആലോചിച്ചു, ഈ ഷോപ്പില്ലേ, ഈ ഷോപ്പ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ പ്രസിൻസ്, അതായത് അതിൻ്റെ ചുറ്റുമതിലില്ലേ, ഫോർ എക്സാമ്പിൾ ബൗണ്ടറീസിൻ്റെ പുറത്തല്ലേ, പുറത്താണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ടാക്സബിൾ. കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള പ്രസിൻസിൻ്റെ അകത്താണെങ്കിൽ ഇറ്റ് ഷുഡ് ബി വിത്തിൻ എ ലിമിറ്റ്. ആ ലിമിറ്റ് എത്രയും നമുക്ക് നോക്കാം. പെർ ഡേ റൂം റെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് 1000 rupees പെർ ഡേ. ക്ലിയർ. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് റൂം റെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് 1000 ഓർ മോർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ. കല്യാണ മണ്ഡപം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ വാടക കൊടുത്തെങ്കിൽ ഇറ്റ് ഷുഡ് ബി 10,000 ഓർ മോർ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ. നോർമൽ ഓഫീസ് സ്പേസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 10,000 ഓർ മോർ പെർ മന്ത്. ഇത് പെർ ഡേ ആണ്, ഇത് പെർ മന്ത് ആണ്. ക്ലിയർ. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ റെൻറ്റിങ്ങിന് എക്സംഷൻ കിട്ടണമെങ്കിൽ യു ഹാവ് ടു സാറ്റിസ്ഫൈ 4 കണ്ടീഷൻസ്. ആ 4 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. എക്സംഷൻ കിട്ടണമെങ്കിൽ ആദ്യം പ്രിസിൻസിൻ്റെ അകത്തായിരിക്കണം, ബൗണ്ടറീൻ്റെ അകത്തായിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി എ റിലീജിയസ് പ്ലേസ്, എക്സാമ്പിൾ ഗുരുവായൂർ വെച്ചോളൂ. ഓക്കെ ഫൈൻ. ദെൻ ട്രസ്റ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ 1012 AA ഓർ AB രജിസ്റ്റേർഡ് ആയിരിക്കണം, ഓർ 1023 1023 കുറച്ച് സീരീസ് പറയുന്നത് വായിച്ചു വെച്ചാൽ മതി. ലാസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ലിമിറ്റ്. എത്രയൊക്കെയാ വെച്ചാൽ ഹോൾ റൂം റെൻ്റ് ഒക്കെ ഇല്ലേ, ഷോപ്പിൻ്റെ ഒക്കെ റെൻ്റ് ഇല്ലേ, ഈ ലിമിറ്റിൻ്റെ താഴെ ആയിരിക്കണം, എന്നാൽ മാത്രമേ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. സോ ഓൾ കണ്ടീഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ഇഫ് യു ഹാവ് വയലേറ്റഡ് ദീസ് കണ്ടീഷൻസ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ടാക്സബിൾ. ഓക്കെ. സോ നമ്മുടെ ഈ എക്സാമ്പിൾക്ക് ഇതെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തൃശ്ശൂരിലുള്ള MG റോഡിലുള്ള ഈ ഒരു ഷോപ്പിന് ടാക്സ് വരും. കാരണം എന്താ, ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ പ്രസിൻസ് അല്ലേ, ഔട്ട്സൈഡ് ദ പ്രസിൻസ്. നോട്ട് ടെൽ മീ ലോഡ്ജ് 1800 രൂപയാണെങ്കിൽ ഇറ്റ് ഈസ് മോർ ദൻ 1000, ടാക്സ് വരില്ലേ? യെസ്. 800 രൂപയുടെ ലോഡ്ജ് ആണെങ്കിൽ എന്തായിരിക്കും, എക്സംഷൻ കിട്ടും. സിമ്പിൾ, 1000 താഴെയാണ്. കല്യാണ മണ്ഡപം 25,000 എന്തായിരിക്കും, ടാക്സബിൾ ആണ്, കാരണം ഇറ്റ് ഇസ് മോർ ദാൻ 10,000 പെർ ഡേ അല്ലേ. ഈ 8,000 rupees കല്യാണ മണ്ഡപം 10,000 താഴെ ആയതുകൊണ്ട് യു ക്യാൻ ക്ലെയിം എക്സംഷൻ. ഷോപ്സിനും ഇതേപോലെ 10,000 പെർ മന്ത് എന്നുള്ള ലിമിറ്റാണ്. കറക്റ്റ് 10,000 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ കേട്ടോ, ഇതിന് ടാക്സബിൾ ആയിരിക്കും. ഇതിന് മാത്രം എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ, ഫൈൻ. സോ ഈ ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പഠിച്ചു വയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഓൾഡ് ഏജ് ഹോം. ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ ഓൾഡ് ഏജ് ഹോം നടത്തുകയാണെങ്കിലും എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ അതിനും 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമിന് എക്സംഷൻ കിട്ടും. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് നോക്കൂ, ഇതിൽ മെറ്റീരിയൽ നോക്കിയാലും മതി. ഒന്ന്, ഓൾഡ് ഏജ് ഹോമില്ലേ നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കണം. ഗവൺമെൻറ് നടത്തണം, ഓർ 12 AAAB ട്രസ്റ്റില്ലേ നടത്തണം. രണ്ടാമത്തത് 60 വയസ്സിന് മുകളിലായിരിക്കണം, അത് ഓബിയസ്ലി അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ അല്ലേ. മൂന്നാമത്തത്, കൺസിഡറേഷൻ ഷുഡ് ബി 25,000 ഓർ ലെസ്. അത് 25,000 പെർ മന്ത് പെർ മെമ്പർ ക്രോസ് ചെയ്യാൻ പാടില്ല. 25,000 പെർ മന്ത് പെർ മെമ്പറിലെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. സോ 3 കണ്ടീഷൻ ശ്രദ്ധിക്കുക. ഒന്ന്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ 12 AV ട്രസ്റ്റ് ആയിരിക്കണം. 60 വയസ്സ് ഓർ മുകളിലായിരിക്കണം. 25,000 രൂപയില്ലേ, 25,000 രൂപയിൽ താഴെ ആയിരിക്കണം.
രൂപയിൽ താഴെയായിരിക്കണം പെർ മന്ത്. എന്നാൽ മാത്രമാണ് യു ക്യാൻ ക്ലെയിം എക്സംഷൻസ് ഫോർ ഓൾഡ് ഏജ് ഹോം. ഓക്കെ, നൗ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യോഗ ക്യാമ്പ്, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എക്സ് ഓർ വൈ ഒരു യോഗ ക്യാമ്പ് നടത്തുന്നു വെച്ചോളൂ. എവിടെ? ഗോവയിൽ യോഗ ക്യാമ്പ്. ഓക്കെ, ഫൈൻ. സോ 10 days പ്രോഗ്രാം വെച്ചോളൂ. 10 days എക്സാമ്പിൾ 10,000 വെച്ചോളൂ. ഈ 10,000 rupees ഇല്ലേ, ഇറ്റ് ഇസ് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. യോഗ ട്രെയിനിങ് അറ്റ് ഗോവ ബീച്ച്, ഇറ്റ് ഇസ് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വെച്ചോളൂ. സോ അങ്ങനെയാണെങ്കിൽ whether that yoga camp is organized by a charitable trust. പക്ഷെ അവിടെ എന്തൊക്കെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ യോഗ മാത്രമല്ല ഫുഡും അക്കോമഡേഷനും കൂടി ഇൻക്ലൂഡഡ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ യോഗ അക്കോമഡേഷനിൽ യോഗ ട്രെയിനിങ്ങിന് എക്സംഷൻ ക്യാൻ ബി ക്ലെയിംഡ്. സോർണോ കിട്ടും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, എക്സംഷൻ കിട്ടണമെങ്കിൽ 12 AB ട്രസ്റ്റ് ആയിരിക്കണം. പ്ലസ് പിന്നെ നോക്കുന്നത് പ്രിൻസിപ്പൽ സപ്ലൈ ഏതാ? പ്രിൻസിപ്പൽ സപ്ലൈ യോഗയാണ്. പ്രിൻസിപ്പൽ സപ്ലൈ മെയിൻ സപ്ലൈ ഏതാ? യോഗയാണ്. അങ്ങനെയാണെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈയിൽ പ്രിൻസിപ്പൽ സപ്ലൈ യോഗ ആയതുകൊണ്ട് യുവർ എൻറ്റയർ കൺസിഡറേഷൻസ് ഓൾസോ എക്സംപ്റ്റഡ്. നമ്മൾ ബോർഡിംഗ് സ്കൂളൊക്കെ പഠിച്ച അതേ ലോജിക്കാണ്. എൻറ്റയർ കൺസിഡറേഷൻ വിൽ ബി എക്സംപ്റ്റഡ്. GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. സോ യോഗ ക്യാമ്പുകൾക്കൊക്കെ കിട്ടുന്ന റവന്യൂ ആണെങ്കിൽ GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. യെസ്. ഇനി അടുത്തൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ ഡൊണേഷൻ. നിങ്ങൾക്കറിയാം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മെയിൻ ഇൻകത്തിലൊന്നാണ് ഡൊണേഷൻ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കാൻ പോകുന്നൊരു കോൺസെപ്റ്റാണ് ഈ ഡൊണേഷൻ എന്നുള്ളതല്ലേ. ഡൊണേഷൻ എന്നുള്ളത് സപ്ലൈ എന്നുള്ള ഡെഫിനേഷനിലേ വരുന്നില്ല. അപ്പോൾ ജനറലി ഡൊണേഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ എ സപ്ലൈ, നോട്ട് ലയബിൾ ടു GST. ക്ലിയർ? അമ്പലത്തിലോ പള്ളികൾക്കോ ട്രസ്റ്റുകൾക്കൊക്കെ അല്ലേ ആൾക്കാർ വന്നിട്ട് 5,000 10,000 മീറ്റർ ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഡൊണേഷൻ സപ്ലൈ അല്ല. കാരണം അതിൻ്റെ എഗെയിൻസ്റ്റ് ഒരു ആക്ടിവിറ്റി ഇല്ല. അതുകൊണ്ട് GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ ഒരു ടാറ്റ ലിമിറ്റഡ് വെച്ചോളൂ കമ്പനി, അവർ വന്നിട്ട് ഡൊണേഷൻ കൊടുത്തു ഒരു ചർച്ചിലേക്ക് അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഡൊണേഷൻ തന്നു, ഓക്കെ, ഞങ്ങളുടെ കമ്പനിയുടെ ലോഗോ ഇല്ലേ, കമ്പനിയുടെ ലോഗോ ഡിസ്പ്ലേ ചെയ്യണം ഫ്രണ്ടിൽ. അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ ടെൽ മീ ട്രസ്റ്റിന് ഒരു ആക്ടിവിറ്റി ഇൻവോൾവ് ആണോ? യെസ് ഓർ നോ? യെസ്. ഈ ഡൊണേഷൻ കിട്ടുന്നതനുസരിച്ച് ആ ഒരു ലോഗോ ഇല്ലേ, അഡ്വർടൈസ്മെൻറ്റ് സർവീസ് ഇല്ലേ, ചെയ്തു കൊടുക്കണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ടാക്സബിൾ. അല്ലാതെ ജനറലി ഡൊണേഷൻ്റെ മുകളിൽ GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഡൊണേഷൻ്റെ മുകളിൽ GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഡൊണേഷൻ്റെ അഗെയിൻസ്റ്റ് ഒരു ആക്ടിവിറ്റി ഇൻവോൾവ് ആണെങ്കിൽ യു ഹാവ് ടു പേ GST. പക്ഷെ അതും ഇൻഡിവിജ്വലിൻ്റെ പേരിലാണെങ്കിൽ GST അടയ്ക്കേണ്ട. കമ്പനികളുടെ പേരില്ലേ, ബിസിനസ് പ്രൊമോഷൻ്റെ ഭാഗമായി പോയാൽ മാത്രമാണ് GST അടയ്ക്കേണ്ട ആവശ്യം ഉള്ളൂ. ഓക്കെ, ഫൈൻ. സോ ഇഫ് ഇറ്റ് ഈസ് ഡൊണേറ്റഡ് ബൈ ഓർഗനൈസേഷൻ്റെ പേരിലാണെങ്കിൽ, ഓർഗനൈസേഷൻ്റെ പേരിലാണ് ആ ഡൊണേഷൻ എങ്കിൽ ടെൽ മീ GST വരും? ലെസ് ഓർ നോ? എന്തായാലും വരും. ഇൻഡിവിജ്വൽസിൻ്റെ പേരിലാണെങ്കിൽ GST വരില്ല. ഓക്കെ, സോ അത് വേറൊരു ചാപ്റ്ററിലില്ലേ, സപ്ലൈ എന്നുള്ള ചാപ്റ്ററിലില്ലേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. കൺസിഡറേഷൻ എന്നുള്ള ടോപ്പിക് ഇല്ലേ, അവിടെയാണ് നമ്മൾ ഇതിൻ്റെ കവർ ചെയ്യാം. ഓക്കെ, സോ ആ ഒരു ഏരിയയിൽ കവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മനസ്സിലാക്കാത്ത ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, ഫൈൻ. സോ ഇവിടെ പറയുന്നത്രേ ഉള്ളൂ, ഇൻഡിവിജ്വൽ ഡോണറില്ലേ, ഇൻഡിവിജ്വൽ ഡോണറിൽ നിന്ന് സാധാരണ കിട്ടുന്നെങ്കിൽ ജനറലി അടയ്ക്കേണ്ട ആവശ്യം ഇല്ല, GST അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഫ് ഇറ്റ് എയിംസ് അറ്റ് മാർക്കറ്റിംഗ് ഓർ പബ്ലിസിറ്റി, പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സ്ഥാപനത്തിൻ്റെ പേരൊക്കെ വെക്കുകയാണെങ്കിൽ മാത്രമാണ് യു ഹാവ് ടു പേ GST. ഓക്കെ, യെസ്. സോ നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എക്സംഷൻസ് കംപ്ലീറ്റ് പഠിച്ചു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ 2 മിനിറ്റ് നോക്കി വയ്ക്കാം. വിൽ ഡിസ്കസ്.
ഓക്കെ. സോ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കാര്യങ്ങളില്ലേ, ഇത്ര ഇൻകം വരികയാണെങ്കിൽ ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചോളൂ. എക്സംഷൻ കിട്ടുമല്ലോ നോക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇല്ലേ കോളം വരച്ചിട്ട് ഓരോ കേസ് ബൈ കേസില്ലേ എഴുതി പോകണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ 12 AA ഓർ AB ഇല്ലേ രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആണ് അല്ലേ, അവർക്ക് ഇത്രയും റവന്യൂ കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ടെൽ മീ മെമ്പർഷിപ്പ് ഫീസ് ഫ്രം മെമ്പേഴ്സ് അല്ലേ ടാക്സബിൾ ആണോ ലെസ് ഓർണോ? യെസ്, ടാക്സബിൾ ആണ്. നോട്ട് ചാരിറ്റബിൾ ആക്ടിവിറ്റി. ചാരിറ്റബിൾ ആക്ടിവിറ്റി അല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് എ ടാക്സബിൾ സപ്ലൈ. എല്ലാ മാസവും മെമ്പർഷിപ്പ് ഫീസ് ഒക്കെ പെട്ടില്ലേ മേടിക്കുകയാണെങ്കിൽ സാധാരണ അത് ടാക്സബിൾ തന്നെയാണ്. GST എക്സംഷൻ ഒന്നും കിട്ടില്ല. നോട്ടിൽ മീ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഫോർ അബാൻഡൻഡ് ഓർഫൻ ഹോംലെസ് ചിൽഡ്രൻസ് ആണെങ്കിൽ ചാരിറ്റബിൾ ആക്ടിവിറ്റി ആണോ ലെസ് ഓർണോ? യെസ്, ചാരിറ്റബിൾ ആക്ടിവിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സംഷൻ കിട്ടും. യെസ് ഓർണോ? അപ്പോൾ എന്ത് ചെയ്യണം? ഇറ്റ് ഇസ് എ ചാരിറ്റബിൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കോളത്തിൽ നില്ല് കാണിക്കുക, എന്നിട്ട് അതിൻ്റെ റീസണിൽ ബ്രാക്കറ്റിൽ ചെയ്താൽ ഇറ്റ് ഇസ് എ ചാരിറ്റബിൾ ആക്ടിവിറ്റി. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തില്ലേ ട്രസ്റ്റ് റവന്യൂ കിട്ടിയ 5 lakh. ഓക്കെ, താഴത്ത് പറയുന്നുണ്ട് 8,000 rupees പെർ മന്ത് ഉണ്ട്, പിന്നെ അതിൻ്റെ മുകളിലുണ്ട്, പിന്നെ ഇൻസൈഡ് ദ പ്രിമൈസ് ഔട്ട്സൈഡ് ദ പ്രിമൈസ് ഒക്കെയാണ് പറയുന്നത് അല്ലേ. ഇൻസൈഡ് ദ പ്രിമൈസ് ആണെങ്കിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ. ഔട്ട്സൈഡ് ആണെങ്കിൽ എന്തായിരിക്കും? ടാക്സബിൾ അല്ലേ. ഇൻസൈഡ് ദ പ്രിമൈസസ് ആണെങ്കിൽ 10,000 താഴെ അല്ലേ. പക്ഷെ ശ്രദ്ധിക്കുക, ഇവിടെ എവിടെയും റിലീജിയസ് പ്ലേസ് എന്ന് പറയുന്നില്ല. ക്വസ്റ്റ്യൻ നോക്കൂ, റിലീജിയസ് ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അമ്പലം പള്ളികളൊക്കെ ആയാൽ മാത്രമല്ലേ റിലീജിയസ് ആയിട്ടുള്ള സ്പേസിന് മാത്രമല്ലേ ശരിക്കും എക്സംഷൻ. സോ റിലീജിയസ് ആയിട്ട് കണക്കാക്കാത്ത സ്പേസ് ആണെങ്കിൽ ദിസ് 5 lakh വിൽ ബി ടാക്സബിൾ. കാരണം എക്സംഷൻ ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ഫോർ റെൻറ്റിംഗ് ഓഫ് പ്രസൻസ് ഓഫ് എ റിലീജിയസ് പ്ലേസ്. റിലീജിയസ് പ്ലേസ് തന്നെ ആയിരിക്കണം. ഇത് അതാണോ? അല്ല. സോ ഇറ്റ് വിൽ ബി ടാക്സബിൾ. അങ്ങനെ എഴുതാണ് കുറച്ചുകൂടി കറക്റ്റ്. ക്ലിയർ. കെയർ കൗൺസിലിംഗ് ഓഫ് ടെർമിനലി ഇൽ പേഴ്സൺ. ടെർമിനലി ഇൽ പേഴ്സൺ ചാരിറ്റബിൾ ആക്ടിവിറ്റി ആണോ ലെസ് ഓർണോ? യെസ്. അങ്ങനെയാണെങ്കിൽ എക്സംഷൻ കിട്ടും. യെസ് ഓർണോ? യെസ്, ചാരിറ്റബിൾ ആക്ടിവിറ്റിയാണ്. എക്സംഷൻ ക്യാൻ ബി ക്ലെയിംഡ്. ഓക്കെ. ഫീസ് ചാർജ് ഫോർ യോഗ ക്യാമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു യോഗ ക്യാമ്പില്ലേ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാ? യോഗ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം മെയിൻ ആക്ടിവിറ്റി ഏതാ? യോഗ അല്ലേ. സോ ദിസ് ഈസ് ഓൾസോ എക്സംപ്റ്റഡ്. അവിടെ എഴുതേണ്ടത് കോമ്പോസിറ്റ് സപ്ലൈ. പ്രിൻസിപ്പൽ സപ്ലൈ യോഗ. മനസ്സിലായോ? പ്രിൻസിപ്പൽ സപ്ലൈ ഏതാ? യോഗയാണ്. സോ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. യെസ് ഓർ നോ? യെസ്. നോട്ട് മീ പ്രിസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റ് ഇല്ലേ, വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റ് പ്രിസർവേഷൻ, അതും ഏത് ഡെഫിനേഷനിൽ വരുന്നുണ്ട്? ചാരിറ്റബിൾ ആക്ടിവിറ്റി ഡെഫിനേഷനിൽ വരുന്നില്ലേ? ചാരിറ്റബിൾ ആക്ടിവിറ്റി ഡെഫിനേഷനിൽ വരുന്നുണ്ട്. അതും എക്സംഷൻ ക്യാൻ ബി ക്ലെയിംഡ്. ഫോർ ദാറ്റ് ഓൾസോ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. ചാരിറ്റബിൾ ആക്ടിവിറ്റിയാണ്, അതിനും എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ ചെയ്തിരിക്കുന്നു എല്ലാവർക്കും അല്ലേ. സോ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയാണ് എക്സാമിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഈ രീതിക്കാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ എമൗണ്ട് എന്നുള്ള കോളമില്ലേ വരച്ചിട്ട് അതിൻ്റെ റീസൺ എന്താണെന്നില്ലേ കൂടെ തന്നെ എഴുതി പോവാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന റീസൺസ്, ആ റീസൺസും അതിൻ്റെ കൂടെ എഴുതി പോവാം. ക്ലിയർ? യെസ്. നെക്സ്റ്റ് യെസ് യെസ്. സോ അടുത്ത എക്സംഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിസ്റ്റിക് പെർഫോമൻസുമായി ബന്ധപ്പെട്ടുള്ള എക്സംഷൻസ് ആണ്. യെസ്. നോക്കാം. ആർട്ടിസ്റ്റിക് പെർഫോമൻസസിനില്ലേ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്നൊക്കെ ഇല്ലേ അവർക്കും ഗവൺമെൻറ് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട് സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. സോ നമുക്കറിയാം ഗവൺമെൻറ്റില്ലേ കലാകാരന്മാരില്ലേ പെർഫോമിംഗ് ആർട്ടിസ്റ്റ്, അവർക്കുള്ള സർവീസുകൾക്ക് അവർക്ക് കിട്ടുന്ന റവന്യൂ ഇല്ലേ അതിനും എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ അതിനും കണ്ടീഷൻസ് ഉണ്ട്.
എന്തൊക്കെയാണ് കണ്ടീഷൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഡാൻസർ വെച്ചോളൂ, മഞ്ജു വാര്യർ. എക്സംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ബി ഫോക്ക് ഓർ ക്ലാസിക്കൽ ഫോം ആയിരിക്കണം. ഇൻ ദ ഫോം ഓഫ് ഏതൊക്കെയാണ്? മ്യൂസിക്, ഡാൻസ്, തിയേറ്റർ ഒക്കെ. എക്സാമ്പിൾ ഡാൻസ് എടുക്കാം. ക്ലാസിക്കൽ പെർഫോമൻസ്, എക്സാമ്പിൾ മഞ്ജു വാര്യർ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഷീ ക്യാൻ ക്ലെയിം എക്സംഷൻ. പക്ഷേ ക്ലാസിക്കൽ ഫോമാണ് ആയിരിക്കും, ശരിയല്ലേ? പ്ലസ് കണ്ടീഷൻസ് എന്താ വെച്ചാൽ കൺസിഡറേഷൻ ഷുഡ് നോട്ട് എക്സീഡ് എത്ര? 1,50,000 പെർ പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത്. പെർഫോമൻസിന് 1,50,000 താഴെ ആയിരിക്കണം. ക്ലിയർ? സോ ദാറ്റ് ഇസ് ഓൾസോ സാറ്റിസ്ഫൈഡ്. പ്ലസ് ഷീ ഷുഡ് നോട്ട് ബി എ ബ്രാൻഡ് അംബാസിഡർ. ബ്രാൻഡ് അംബാസിഡർ ആവാൻ പാടില്ല. സോ ഇതൊക്കെ 3 കണ്ടീഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാസിക്കൽ ഓർ ഫോക്ക് ഫോം ആയിരിക്കണം അല്ലേ? കൺസിഡറേഷൻ ഷുഡ് ബി ലെസ് ദാൻ or equal to 1,50,000 plus she should not be a brand ambassador. So we'll take few examples here. Tell me what happens if Manju Warrior is performing for Asianet vechulu, Asianet, and she is getting 5 lakh rupees. 5 lakh rupees. So obviously taxable കാരണം എന്താ? Consideration exceeds 1.5 lakhs. ഉറപ്പല്ലേ? Consideration exceeds 1.5 lakhs taxable under GST. Yes. Now, what happens if Manju Warrior is performing for Kalyan Jewellers and she is getting only 1 lakh rupees? She is getting only 1 lakh rupees, but she is brand ambassador of Kalyan Jewellers. Brand ambassador. അങ്ങനെയാണെങ്കിൽ taxable or not? Yes or no? Fully taxable. Consideration 1 lakh ആണെങ്കിലും fully taxable ആയിരിക്കും. Fully taxable ആയിരിക്കും. ഓക്കെ, ഇതാണ് കണ്ടീഷൻസ്. ഒന്നുകൂടി നോക്കിപ്പോവാം. സർവീസ് ബൈ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്ലാസിക്കൽ ഓർ ഫോക്ക്, ബ്രാൻഡ് അംബാസിഡർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. അതേഴ്സിന് കൺസിഡറേഷൻ 1,50,000 താഴെ ആയിരിക്കണം. 1,00,000 മുകളിലാണെങ്കിലും ടാക്സബിൾ ആണ്. 1,50,000 താഴെയാണെങ്കിൽ എക്സംപ്റ്റഡും. വെസ്റ്റേൺ ഫോംസും അതർ ദാൻ ക്ലാസിക്കൽ ഫോംസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ദർ ഇസ് നോ കണ്ടീഷൻ, നത്തിങ് ഇസ് ദർ. യു ഹാവ് ടു പേ GST ഓൺ ഫുൾ എമൗണ്ട്. ക്ലിയർ? ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ് ഓർത്തേക്കാം. ഇതുപോലത്തെ ഫോർ എക്സാമ്പിൾ റിമി ടോമി പെർഫോമിംഗ് വെച്ചോളൂ. ക്ലാസിക്കൽ ഫോക്ക് അവരുടെ പെർഫോമൻസ് ഒന്നും അല്ല അല്ലേ? വെസ്റ്റേൺ പെർഫോമൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഫുള്ളി ടാക്സബിൾ. ഇനി എൻട്രി ഫീസ്. എൻട്രി ഫീസിന് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 5 എൻട്രിക്ക് നോക്കുകയാണെങ്കിൽ ലിസൺ, ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. GST അടക്കേ വേണ്ട, ഇറസ്പെക്റ്റീവ് ദ എമൗണ്ട്. ക്ലിയർ? അതിൽ ഏതൊക്കെ വരിക? മ്യൂസിയം, വൈൽഡ് ലൈഫ് സാഞ്ചുറി, നാഷണൽ പാർക്കൊക്കെ ഇല്ലേ? മ്യൂസിയംസ്, വൈൽഡ് ലൈഫ് സാഞ്ചുറി, നാഷണൽ പാർക്ക്, ഇവർക്കൊക്കെ ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, എക്സാമ്പിൾ താജ്മഹൽ വെച്ചോളൂ. സോ താജ്മഹലിൻ്റെ എൻട്രി ഫീസ് ഫോർ എക്സാമ്പിൾ എത്ര? 70 രൂപ 60 രൂപയൊക്കെ ആയിട്ടാണ്. അതിന് പ്ലസ് GST ഇല്ല. എക്സംഷൻ ക്യാൻ ബി ക്ലെയിംഡ്. ഫുള്ളി എക്സംപ്റ്റഡ് കാറ്റഗറിയാണ്. ഇപ്പോൾ നാളെ 1,000 rupees ചാർജ് ചെയ്താലും ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. താജ്മഹൽ ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. GST അടിക്കേണ്ട ആവശ്യം ഇല്ല. അതർ എൻ്റർടൈൻമെൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ നോട്ടിഫൈഡ് ഇവൻറ്റ്സ് ആണെങ്കിൽ മാത്രമാണ് എക്സംഷൻ കിട്ടുക. ഫോർ എക്സാമ്പിൾ സർക്കസ് ഈ ലിസ്റ്റിലുണ്ടാവും. ഡാൻസ്, മ്യൂസിക്, സ്പോർട്സ് പ്രോഗ്രാംസ് കണ്ടില്ലേ? അവാർഡ് ഫംഗ്ഷൻസും കേരളത്തിൽ ഇല്ലേ? ഈ ലിസ്റ്റിന് എക്സംഷൻ കിട്ടും 500 rupees താഴെയാണെങ്കിൽ മാത്രം. സോ ഫോർ എക്സാമ്പിൾ ഒരു ISL മാച്ച് അല്ലേ കൊച്ചി നടക്കേണ്ടി വെച്ചോളൂ. എൻട്രി ഫീസ് ഫ്രണ്ടിലിരിക്കാൻ 4,000 rupees ആണെങ്കിൽ പ്ലസ് GST എന്തായാലും വരും. ഗാലറിയിൽ 400 rupees വെച്ചോളൂ. 400 rupees ആണെങ്കിൽ പ്ലസ് GST ഉണ്ടാവില്ല. എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, കാരണം ലെസ് ദാൻ 500. ഓക്കെ, അതേപോലെ ഒരു അവാർഡ് ഫംഗ്ഷൻ, ഡാൻസ്, മ്യൂസിക് പ്രോഗ്രാം, ഇതിനൊക്കെ 500 rupees താഴെയുള്ള ആണ് എൻട്രി ഫീസ് എങ്കിൽ യു നീഡ് നോട്ട് പേ GST. ഡാൻസ്, മ്യൂസിക്, ഫംഗ്ഷൻ, സർക്കസ് ഒക്കെ ഇല്ലേ? ഇറ്റ്സ് ഫൈൻ. നൗ അതർ ഇവൻറ്റ്സ്, ഇതൊക്കെയാണ് അതർ ഇവൻറ്റ്സ് വരിക. അതർ ഇവൻറ്റ്സ് ഒക്കെ ഇല്ലേ? ഓർ ഇങ്ങനത്തെ സെറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ അമ്യൂസ്മെൻറ്റ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ കാറ്റഗറി ഇറസ്പെക്റ്റീവ് ദ എമൗണ്ട്. ഫോർ എക്സാമ്പിൾ വണ്ടർല 499 rupees ചാർജ് ചെയ്താലും ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ കാറ്റഗറിയാണ്. എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഫിലിം തിയേറ്റർ
ക്ലിയർ. ഫിലിം തിയേറ്റർ ഈസ് ഓൾസോ ഫുള്ളി ടാക്സബിൾ. എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്ലിയർ, ഫൈൻ. സോ ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. കസിനോ, ഗാംബ്ലിംഗ് സെൻറ്റേഴ്സ്, ബിസിനസ് എക്സിബിഷൻസ് ഒക്കെ ഇല്ലേ. സോ 3 എൻട്രൻസ് ഫീസിൻ്റെ കേസിൽ ഇങ്ങനെ പഠിക്കണം. ട്രെയിനിങ് ഓർ കോച്ചിങ് ഇല്ലേ, ഫോർ എക്സാമ്പിൾ ഈ പാട്ടും കാര്യങ്ങളൊക്കെ ഡാൻസ് ഒക്കെ ഇല്ലേ, പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി വെച്ചോളൂ. പഠിപ്പിച്ചു കൊടുത്തൊരു വ്യക്തിക്ക് ഫോർ എക്സാമ്പിൾ ഡാൻസ് ടീച്ചർ ഡാൻസ് അക്കാഡമി നടത്തുന്നു. അങ്ങനെ ഡാൻസ് അക്കാഡമി നടത്തുന്നത് ഇഫ് യു ആർ ഗെറ്റിംഗ് എൻ ഇൻകം ദാറ്റ് യു ക്യാൻ ക്ലെയിം എക്സംഷൻ അണ്ടർ 4th പോയിന്റ്. കണ്ടോ, ട്രെയിനിങ് ഓർ കോച്ചിങ് ഇൻ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ആർട്സ് ഓർ കൾച്ചർ ബൈ ഇൻഡിവിജ്വൽ. അപ്പോൾ എടുത്ത് പറയുന്നുണ്ട് ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ എൻ ഇൻഡിവിജ്വൽ. ഡാൻസ് ടീച്ചറൊക്കെ ഇല്ലേ നടത്തണം. ഇഫ് ഇറ്റ് ഈസ് ഡൺ ബൈ എൻ കോർപ്പറേറ്റ് കമ്പനി, ഫോർ എക്സാമ്പിൾ ഡാൻസ് അക്കാഡമി നടത്തുന്നത് ABC ഡാൻസ് അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ യു ഹാവ് ടു പേ ടാക്സ് അടയ്ക്കണം. ക്ലിയർ. വാട്ട് അബൌട്ട് സ്പോർട്സ് കോച്ചിങ്? ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടർഫ് വാടകയ്ക്ക് എടുത്തിട്ട് ഒരു ഇൻഡിവിജ്വൽ വെച്ചുള്ളൂ ഒരു ഫുട്ബോൾ കോച്ചിങ് സെൻറ്റർ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ സ്പോർട്സിനാണെങ്കിലും എക്സംഷൻ കിട്ടും. പക്ഷേ ഇറ്റ് ഷുഡ് ബി ബൈ എ ചാരിറ്റബിൾ ട്രസ്റ്റ്, AA or AB ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ക്ലിയർ. സോ ഈ ഒരു കോൺസെപ്റ്റ് സ്പെസിഫിക് കണ്ടീഷൻ വെച്ചിട്ടാണ് എക്സംഷൻ കൊടുത്തത്. ഗവൺമെൻറ് ഡാൻസ്, മ്യൂസിക്, സ്പോർട്സിൻ്റെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആക്ടിവിറ്റി ഇല്ലേ, ട്രെയിനിങ് ആക്ടിവിറ്റിക്കും എക്സംഷൻ കൊടുത്തിട്ട് പക്ഷേ കണ്ടീഷൻ വെച്ചു. എന്തൊക്കെയാ? ഡാൻസ്, മ്യൂസിക് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സർവീസ് ഷുഡ് ബി പെർഫോംഡ് ബൈ എ ഇൻഡിവിജ്വൽ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിരിക്കണം അല്ലേ. സ്പോർട്സ് ആണെങ്കിലോ ഇറ്റ് ഷുഡ് ബി ബൈ എ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഡാൻസ്, മ്യൂസിക്, ഇവൻ്റ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എക്സാമ്പിൾ ആശ ശരത് കുറച്ചൊക്കെ വിവാദമായിട്ട് നിൽക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ. സോ ടെൽ മീ, ആശ ശരത് ഇല്ലേ, ഷീ ഈസ് ഗെറ്റിംഗ് റവന്യൂ ആസ് എ ക്ലാസിക്കൽ ഡാൻസർ, ഡാൻസ് പെർഫോമൻസ് എന്ന് ഷീ ഈസ് ഗെറ്റിംഗ് റവന്യൂ എങ്കിൽ ടെൽ മീ എക്സംഷൻ കിട്ടണമെങ്കിൽ കൺസിഡറേഷൻ ഷുഡ് ബി ലെസ് ദാൻ 1.5 lakhs അല്ലേ. നോ ടെൽ മീ ഫിലിം ആക്ടിങ്, ഷീ ഈസ് ഗെറ്റിംഗ് ഇൻകം ആസ് എ ഫിലിം ആക്ടിങ്, ഓബ്വിയസ്ലി ടാക്സബിൾ, തർക്കമൊന്നുമില്ല. അഡ്വർടൈസ്മെൻറ്റ്സ് ഓൾസോ വിൽ ബി ടാക്സബിൾ. ഡാൻസ് ഇവൻറ്റ് നടത്തുകയാണെങ്കിൽ ഇവൻറ്റ് നടത്തി 2000 per person മേടിക്കുകയാണെങ്കിൽ ടാക്സബിൾ ആണ്. കാരണം വെച്ചാൽ 500 മുകളിലല്ലേ. ഡാൻസ് ഇവൻ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ. 5000 മുകളിലല്ലേ, സോറി 500 മുകളിലാണ്. നൗ ഷീ ഈസ് ഗെറ്റിംഗ് ഇൻകം ഫ്രം ഡാൻസ് അക്കാഡമി ഇൻ ഹെർ ഓൺ നെയിം. സ്വന്തമായി നടത്തുകയാണെങ്കിൽ ഡാൻസ് അക്കാഡമി നടത്തുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സംപ്റ്റഡ് സപ്ലൈ, GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല അല്ലേ, ഇൻഡിവിജ്വൽ ആയതുകൊണ്ട്. ഫുട്ബോൾ അക്കാഡമി ആണെങ്കിലോ, ഫുട്ബോൾ അക്കാഡമിക്ക് എക്സംഷൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, 12 AA or AB ട്രസ്റ്റ് ആയിരിക്കില്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ടാക്സബിൾ. സോ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സംഷൻ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ കണ്ടോ, എക്സംഷൻസ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് രജിസ്റ്റേർഡ് അണ്ടർ 12 AA or AB. കണ്ടില്ലേ. യെസ്. സോ ഈ ഒരു ചാർട്ട് നോക്കി വയ്ക്കാം. ഇവിടെ കോച്ചിങ് ഇൻ റിക്രിയേഷണൽ ആക്ടിവിറ്റി, സ്പോർട്സ് കോച്ചിങ് ആണെങ്കിൽ 12 AA AB ട്രസ്റ്റ് ആണെങ്കിൽ എക്സംഷൻ. അതേഴ്സ് നടത്തുന്ന കോച്ചിങ് എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും. ആർട്സ് ആൻഡ് കൾച്ചർ, ഡാൻസ്, മ്യൂസിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ നോക്കേണ്ട ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലാണ് നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും, എക്സംപ്റ്റഡും. ഇഫ് ഇറ്റ് ഈസ് ഡൺ ബൈ അതേഴ്സ് ഇറ്റ് വിൽ ബി എന്തായിരിക്കും, ടാക്സബിൾ. ഓക്കെ. ഇനി ചോദ്യം വരാം, സാർ വാട്ട് ഹാപ്പൻസ് ഇഫ് ഈ ആശ ശരത്ത് മോർണിംഗ് ഫോർ എക്സാമ്പിൾ ക്ലാസിക്കൽ ഫോംസ് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഈവനിങ് വെസ്റ്റേൺ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നു വെച്ചോളൂ. ബോത്ത് ആർ എക്സംപ്റ്റഡ്. കാരണം വെച്ചാൽ ക്ലാസിക്കൽ, ഫോക്ക്, വെസ്റ്റേൺ എന്നൊക്കെ ഇല്ലേ പെർഫോമൻസിന് മാത്രമേ ഉള്ളൂ, പഠിപ്പിച്ചു കൊടുക്കുന്നതിനില്ല. ഫോർ എക്സാമ്പിൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ പിന്നെ എന്ത് ചെയ്യണം, ക്ലാസിക്കലിന് മാത്രമേ എക്സംഷൻ ഉള്ളൂ പറയാം. പക്ഷേ ട്രെയിനിങ് ഓർ കോച്ചിങ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഏത് ഫോം പഠിപ്പിച്ചു കൊടുത്താലും എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണെങ്കിൽ പിന്നെ ഏത് ഫോമില്ലേ, ക്ലാസിക്കൽ, ഫോക്ക്, വെസ്റ്റേൺ, ഏത് ഫോം പഠിപ്പിച്ചു കൊടുത്താലും യു ക്യാൻ ക്ലെയിം എക്സംഷൻ. GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർലി? യെസ്.
സോ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 6 ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ടാക്സ് വരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കി വെക്കുമാണ്. യെസ്, അപ്പോൾ ഇതിൽ നോക്കാം. ആദ്യം പെർഫോമിംഗ് ആർട്ടിസ്റ്റ് കണ്ടില്ലേ, പെർഫോമിംഗ് ആർട്ടിസ്റ്റ് വേരിയസ് ഇൻകംസ്. ഫസ്റ്റ് ഓഫ് ഓൾ മ്യൂസിക്കൽ ഇവന്റ് നടത്തിയിട്ട് 600 rupees പെർ ടിക്കറ്റ് ആണെങ്കിൽ എന്തായിരിക്കും ടാക്സബിൾ. അതിൻ്റെ റീസൺ എന്ത് എഴുതണം? ടാക്സബിൾ ആണ്. റീസൺ എന്താ? മോർ ദൻ 500 അല്ലേ, 500 rupees മുകളിലായതുകൊണ്ട് ഇറ്റ് വിൽ ബി ഫുള്ളി ടാക്സബിൾ. ക്ലാസിക്കൽ ഡാൻസ് ടു കോർപ്പറേറ്റ് ഇവന്റ്, ക്ലാസിക്കൽ ഡാൻസ് ആണ്, 1,00,000 താഴെയാണ്, പിന്നെ ബ്രാൻഡ് അംബാസഡർ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഓൾ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ എക്സംഷൻ കിട്ടില്ലേ, എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ടി വി സീരിയൽ അഭിനയിക്കുകയാണെങ്കിൽ ടെൽമി എന്തായിരിക്കും ടാക്സബിൾ അല്ലേ, ടാക്സബിൾ. ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആസ് എ ബ്രാൻഡ് അംബാസഡർ, അപ്പോൾ ഫുള്ളി ടാക്സബിൾ അല്ലേ. ബ്രാൻഡ് അംബാസഡർ ആണെങ്കിൽ എക്സംഷൻസ് ഒന്നുമില്ല, ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. വെസ്റ്റേൺ ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ കോച്ചിങ് ആണെങ്കിൽ ഇറ്റ് ഷിറ്റ്സ് ബൈ എൻ ഇൻഡിവിജ്വൽ, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, ജി എസ് ടി അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഡാൻസ് ഇവന്റ് നടത്തിയിട്ട് 440 രൂപ ടിക്കറ്റ് എങ്കിൽ അതിനും എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, കാരണം ലെസ് ദാൻ 500 അല്ലേ. ലാസ്റ്റ് വൺ പെർഫോമിംഗ് വെസ്റ്റേൺ ഡാൻസ് പെർഫോം ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഓബ്വിയസ്ലി ടാക്സബിൾ, കാരണം ദർ ഇസ് നോ എക്സംഷൻ, കാരണം ക്ലാസിക്കൽ ഫോക്കിന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൾസോ ടാക്സബിൾ. സോ ഈ ഒരു രീതിക്കുള്ള ആണ് പഠിച്ചു പോകേണ്ടത് ഈ ഏരിയ. ഓക്കെ, എക്സംഷൻസിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു 2 എക്സംഷൻ നമ്മൾ കവർ ചെയ്തു. ഏതൊക്കെയാണ്? ചാരിറ്റബിൾ ട്രസ്റ്റ് കവർ ചെയ്തു, പിന്നെ ഏതാ അഡ്മിഷൻസും എൻട്രി ഫീസുമായി ബന്ധപ്പെട്ടും ആർട്ടിസ്റ്റിക് പെർഫോമൻസില്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ ഫൈൻ. വിൽ ഡു വൺ തിങ്, ലിസൺ, വിൽ ടേക്ക് എ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഒരു 11:20 സ്റ്റാർട്ട് ചെയ്യാം. 11:20 സ്റ്റാർട്ട് ചെയ്യാം.
Okay, we'll start. Okay, so we'll start. Yes. So next നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ഇല്ലേ, ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സംഷൻസ്. ഓക്കെ, നിങ്ങൾക്കറിയാം വേരിയസ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്സ് ഇല്ലേ നമുക്ക് അവൈലബിൾ ആണ്. ബൈ റോഡ്, റെയിൽ, വെസൽ അല്ലേ, അല്ലെങ്കിൽ ബൈ വാട്ടർ. സോ പല ഓപ്ഷൻസും പോസിബിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സർവീസുകൾക്കില്ലേ, ഏതൊക്കെ സർവീസുകൾക്കാണ് നമുക്ക് എക്സംഷൻസ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ ടേക്കിംഗ് എ ഫ്ലൈറ്റ് വെച്ചോളൂ ഫ്രം കൊച്ചി ടു ഡൽഹി. കൊച്ചി ടു ഡൽഹി ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ ടാക്സബിൾ ഓർ നോട്ട്, എസ് ഓർ നോ? ഇറ്റ് ഇസ് ലയബിൾ ടു GST. 10,000 ആണ് അതിൻ്റെ ബേസിക് ഫെയർ വരുന്നെങ്കിൽ പ്ലസ് എന്ത് ചെയ്യണം, GST അടയ്ക്കണം, തർക്കമൊന്നുമില്ല അല്ലേ. ഫ്രം ഡൽഹി എക്സാമ്പിൾ യു ആർ ട്രാവലിംഗ് ടു നോർത്ത് ഈസ്റ്റ് വെച്ചോളൂ, ആസാം, അരുണാചൽ പ്രദേശ്, മിസോറം, മണിപ്പൂറൊക്കെ ഇല്ലേ, അവിടേക്കാണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ ഗവൺമെൻറ് നോർത്ത് ഈസ്റ്റിലേക്കുള്ള എന്താ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സച്ച് സർവീസസ് ആർ എക്സംപ്റ്റഡ്. സച്ച് സർവീസസ് ആർ എക്സംപ്റ്റഡ്. സോ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നതെങ്കിൽ സച്ച് സർവീസസ് ആർ എക്സംപ്റ്റഡ്. ക്ലിയർ. പക്ഷേ അതിലൊരു കണ്ടീഷൻ വെച്ചു. കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒന്ന്, എയർലൈൻ സർവീസ് ഇല്ലേ, നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഏരിയാസിന് എക്സംഷൻ കിട്ടണം, പക്ഷേ ഇറ്റ് ഷുഡ് ബി എക്കോണമി ക്ലാസ്. എക്കോണമി ക്ലാസ് ആയിരിക്കണം. ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. ക്ലിയർ. സോ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, എയർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എക്സംഷൻസ് ക്യാൻ ബി ക്ലെയിംഡ്. ഓക്കെ, സോ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് അല്ലേ എക്സംഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബൈ എയർ എക്കോണമി ക്ലാസ്സിനാണെങ്കിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഷുഡ് ബി ഇൻ ദീസ് എയർപോർട്ട്സ്. ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ് എയർപോർട്ട്സ് ഇല്ലേ, നോർത്ത് ഈസ്റ്റ് എയർപോർട്ട്സ് ഇൻക്ലൂഡിംഗ് ബാഗ്ഡോഗ്ര, വെസ്റ്റ് ബംഗാളിലത്തെ സ്ഥലമാണ് ബാഗ്ഡോഗ്ര. ഈ സ്ഥലങ്ങളായിരിക്കണം. ക്ലിയർ. സോ ടെൽ മീ വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ ടേക്കിംഗ് എ ഫ്ലൈറ്റ് ഫ്രം ആസാം ടു ചെന്നൈ വെച്ചോളൂ. ആസാം ടു ചെന്നൈ എക്കോണമി ക്ലാസ്, സ്റ്റിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. കാരണം ഇവിടെ പറയുന്നത് എംബാർക്കിംഗ് ഫ്രം ഓർ ടെർമിനേറ്റിംഗ് നടത്തും. എംബാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്, ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻഡിങ്. സ്റ്റാർട്ടിങ് ഓർ എൻഡിങ് ഈ എയർപോർട്ട് ആയിരിക്കണം. സോ ടേക്ക് ഓഫ് ഓർ ലാൻഡിങ് ഈ ഒരു എയർപോർട്ട്സിലൊക്കെ ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. സോ കൊച്ചി ടു എക്സാമ്പിൾ ആസാം ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ എക്കോണമി ക്ലാസ് ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. സോ രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒന്ന്, എക്കോണമി ക്ലാസ് ആയിരിക്കണം, പ്ലസ് നോർത്ത് ഈസ്റ്റിലേക്കുള്ള നോട്ടിഫൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങളില്ലേ അവിടേക്ക് മാത്രം ട്രാവൽ ചെയ്താൽ മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. ക്ലിയർ. യെസ്. നെക്സ്റ്റ്, ബസ് സർവീസസിന് എക്സംഷൻ കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. ബസ് സർവീസസിന് എക്സംഷൻ കിട്ടണമെങ്കിൽ രണ്ട് കാറ്റഗറി ഓഫ് ബസ് സർവീസ് അല്ലേ, ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം തൽക്കാലത്തേക്ക് മനസ്സിലാക്കാൻ. ഒന്ന്, കോൺട്രാക്ട് കാരേജും രണ്ടാമത് സ്റ്റേജ് കാരേജും. അപ്പോൾ നമുക്ക് ആദ്യം കോൺട്രാക്ട് കാരേജ് എന്ന് പറയുമ്പോൾ സാധാരണ ലോങ് റൂട്ട് ബസ് സർവീസ് ഒക്കെ ഇല്ലേ, ലോങ് റൂട്ട് ബസ് സർവീസും ടൂറിസം പർപ്പസിന് ഓടുന്ന എല്ലാ ബസ്സുകളൊക്കെ ഈ പറയുന്ന കോൺട്രാക്ട് കാരേജിലെ വരും. ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഹിമാചൽ പ്രദേശ്, ഡൽഹി ടു ഹിമാചൽ പ്രദേശ് വരയ്ക്ക് ഈ പറയുന്ന ബസ് സർവീസ് ഉണ്ടാവില്ലേ, ഇങ്ങനത്തെ ബസ് സർവീസ്, ഇതെല്ലാം കോൺട്രാക്ട് കാരേജ് എന്ന ഡെഫിനേഷനിൽ വരും. ഈ കോൺട്രാക്ട് കാരേജിനും എക്സംഷൻ കിട്ടും, പക്ഷേ ഇറ്റ് ഷുഡ് ബി നോൺ എയർ കണ്ടീഷൻഡ്. അതിനർത്ഥം AC ആണെങ്കിൽ എന്തായിരിക്കും,
ടാക്സബിൾ ആണ്. എ സി ആണെങ്കിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ക്ലിയർ. ഇനി കോൺട്രാക്ട് കാരേജിൽ ഈവൻ ബസ് മാത്രമല്ല കേട്ടോ, ഈ കാറും എല്ലാ ഇതൊക്കെ വരും. നമ്മുടെ ടാക്സി ആയിട്ടുള്ള എല്ലാ വണ്ടികളും വരും. ഓക്കെ ഫൈൻ. നൗ ടെൽ മീ, വാട്ട് അബൌട്ട് ഇഫ് യു ആർ ബുക്കിംഗ് കാർ ത്രൂ ഊബർ? ഊബർ ഇസ് എ റേഡിയോ ടാക്സി. സോ ഇവിടെ പറയുന്നത് നോൺ എയർ കണ്ടീഷൻഡ് കോൺട്രാക്ട് കാരിങ്സ് മറ്റ് അതർ ദാൻ റേഡിയോ ടാക്സി. അതിൻ്റെ അർത്ഥം ഊബർ റേഡിയോ ടാക്സി ഡെഫിനേഷനിൽ വരുന്നുണ്ട്. അതിനർത്ഥം എക്സംഷൻ എന്ന് പുറത്താക്കിയതുകൊണ്ട് ഇറ്റ് വിൽ ബി ടാക്സബിൾ. ഓക്കെ. ഫോർ പാസഞ്ചേഴ്സ് എക്സ്ക്ലൂഡിങ് ടൂറിസം കണ്ടക്ട് ഓഫ് ടൂർ ചാർട്ടർ ഹയർ ഇല്ലേ? ക്ലിയർ. അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് നോൺ എ സി ആണെങ്കിൽ എക്സംഷൻ തരാമെന്ന് പറഞ്ഞു, പക്ഷേ ടൂറിസമും ഹയർ പർപ്പസ് ആവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്വന്തമായിട്ടൊരു ആവശ്യത്തിന്, കല്യാണ ആവശ്യത്തിനൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഒരു ബസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് എ സി ആയിക്കോട്ടെ നോൺ എ സി ആയിക്കോട്ടെ, ബോത്ത് വിൽ ബി ടാക്സ്ഡ്. കാരണം എക്സ്ക്ലൂഡിങ് ഫോർ ടൂറിസം എന്ന് എടുത്ത് പറയുന്നുണ്ട്. ടൂറിസം പർപ്പസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ടാക്സ്ഡ്. ക്ലിയർ. സോ എക്സംഷൻ കിട്ടണമെങ്കിൽ ആലോചിക്കുക എന്തൊക്കെ കണ്ടീഷൻ. ഒന്ന്, നോൺ എ സി ആയിരിക്കണം, റേഡിയോ ടാക്സി പോലെ ആവാൻ പാടില്ല. അടുത്തത്, ടൂറിസം പർപ്പസിനും ഉപയോഗിക്കാൻ പാടില്ല, ടൂറിസം പർപ്പസിനൊന്നും അല്ല ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. ക്ലിയർ. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബസ് സർവീസ് ഇല്ലേ, KSRTC പോലത്തെ ബസ് സർവീസ് ഇല്ലേ, അത് വരുന്നതാണ് സ്റ്റേജ് കാരേജ്. KSRTC പോലത്തെ ബസ് സർവീസാണ് സ്റ്റേജ് കാരേജ്. ഈ സ്റ്റേജ് കാരേജിനും എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ പറയുന്നുണ്ട് സ്റ്റേജ് കാരേജ് ഇല്ലേ അതർ ദാൻ ഏതാ? എയർ കണ്ടീഷൻഡ്. സോ AC bus services will be taxed. Non-AC bus service will be getting exemptions, can be claimed. Non-AC bus service exemption can be claimed. Now, non-AC bus ഇല്ലേ, non-AC ബസ് നിങ്ങൾ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യണമെങ്കിൽ, ECOയിലൂടെ ബുക്ക് ചെയ്യണമെങ്കിൽ എക്സംഷൻ കനോട്ട് ബി ക്ലെയിംഡ് എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റെഡ് ബസ്സിലൂടെ non-AC ബസ് ഇല്ലേ, non-AC ബസ്സാണ് ബുക്ക് ചെയ്യുന്നതെങ്കിലും GST വരും. കാരണം ഓൺലൈൻ ആപ്പിലൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ GST അടയ്ക്കണ്ടേ. അവിടെ പിന്നെ AC നോൺ ACൻ്റെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ നോക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ. സോ ഈ ഒരു ചാർട്ട് നോക്കാം നമുക്ക്. ബേസിക്കലി അപ്പോൾ ഇട്ടാലും ഇത് ഏതിൽ വരിക? സ്റ്റേജ് കാരേജിൽ വരിക. പക്ഷേ ഇത് AC ആയതുകൊണ്ട്, എയർ കണ്ടീഷൻഡ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. ഓക്കെ. സോ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചറിൽ കോൺട്രാക്ട് കാരേജ് ഉണ്ട്, സ്റ്റേജ് കാരേജ് ഉണ്ട്. കോൺട്രാക്ട് കാരേജിൽ ടൂറിസം പർപ്പസ് ആണെങ്കിൽ എന്തായിരിക്കും? ലയബിൾ ടു GST, ടാക്സബിൾ ആയിരിക്കും. അതർ പർപ്പസ് ആണെങ്കിൽ എന്തായിരിക്കും? അതർ പർപ്പസ് AC ആണെങ്കിൽ ടാക്സബിളും, നോൺ എയർ കണ്ടീഷൻഡ് ആണെങ്കിൽ എന്തായിരിക്കും? നോൺ AC ആണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സംപ്റ്റഡ്. അതേപോലെ സ്റ്റേജ് കാരേജ് AC വിൽ ബി ടാക്സബിൾ, നോൺ AC വിൽ ബി എക്സംപ്റ്റഡ്. ഇനി റെയിൽവേ സർവീസിലും ഇതേപോലെ ശ്രദ്ധിക്കുക. റെയിൽവേയിലും AC നോൺ AC ഇല്ലേ, ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. AC ആണെങ്കിൽ ടാക്സബിളും, സ്ലീപ്പർ ക്ലാസ്സസ് ഇല്ലേ വിൽ ബി ഗെറ്റിംഗ് എക്സംഷൻസ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ. AC ഫസ്റ്റ് ക്ലാസ് കോച്ചസ് ഇല്ലേ വിൽ ബി ടാക്സ്ഡ്. സ്ലീപ്പർ ക്ലാസ്, ജനറൽ ക്ലാസ് കോച്ചസ് ഇല്ലേ, യു ക്യാൻ ക്ലെയിം എക്സംഷൻ, GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. റെയിൽവേ സർവീസ്. സോ AC ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ് കമട്ടൽ മീ 1000 റുപ്പീസിൻ്റെ കൊച്ചി ടു ഡൽഹി വെച്ചോളൂ. AC ടിക്കറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ. ഇതുപോലത്തെ സ്ലീപ്പർ ജനറൽ ക്ലാസ് കോച്ചസ് ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ, GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. നൗ ടെൽ മീ, വാട്ട് അബൌട്ട് ഗുഡ്സ് ട്രെയിൻ? ഗുഡ്സ് ട്രെയിനിന് ഇതേപോലെ എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ എടുത്ത് പറയുന്നുണ്ട്. ക്ലിയർ. ഗുഡ്സ് വെഹിക്കിൾസ് അല്ലേ, റെയിൽവേയുടെ ഗുഡ്സ് വെഹിക്കിൾസ് ഈ എക്സംഷൻ ലിസ്റ്റിൽ കവേർഡ് അല്ല. ഇറ്റ് വിൽ ബി ടാക്സബിൾ. സോ ഓർത്ത് വയ്ക്കുക, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനിൽ റെയിൽവേയിൽ ഗുഡ്സ് ആണെങ്കിൽ എന്തായാലും ടാക്സബിൾ ആണ്. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ AC ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ എന്തായിരിക്കും? ടാക്സബിളും. ജനറൽ കോച്ചസ്, സ്ലീപ്പർ കോച്ചൊക്കെ അതൊക്കെ ആയിരിക്കും എക്സംപ്റ്റഡ്. ഓക്കെ. മോണോ റെയിൽ, മെട്രോ റെയിൽ, നിങ്ങൾക്കറിയാം മെട്രോ, കൊച്ചി മെട്രോ എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും, ആ ലിസ്റ്റിലുണ്ട് അല്ലേ. സോ മെട്രോ റെയിൽ ടിക്കറ്റ് എക്സാമ്പിൾ 40 റുപ്പീസിനൊക്കെ മെട്രോ ടിക്കറ്റ് വരികയാണെങ്കിൽ പ്ലസ് എന്ത് വരില്ല? GST ഇല്ല, എക്സംഷൻസ് എക്സംപ്റ്റഡ് ആണ്. മോണോ റെയിൽ സിസ്റ്റം ഇതേപോലെ സിംഗിൾ ട്രാക്കില്ലേ വരുന്ന ഒരു സിസ്റ്റമാണ് മോണോ റെയിൽ സിസ്റ്റം. മുംബൈയിലുണ്ട്, ഇന്ത്യയിൽ.
സോ മുംബൈയിലുള്ള ഈ മോണോ റെയിൽ സിസ്റ്റത്തിനും ജി എസ് ടി അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. മോണോ റെയിൽ, മെട്രോ റെയിൽ സിസ്റ്റംസിലെ ജി എസ് ടി അടയ്ക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ട്രാംവേ ഇന്ത്യയിൽ ഈ സിസ്റ്റം ഇല്ലേ, കൊൽക്കത്തയിലുള്ള സിസ്റ്റം ഇതാണല്ലേ. കൊൽക്കത്തയിലുള്ള ട്രാംവേ സിസ്റ്റത്തിലൊന്നും ജി എസ് ടി അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. മെട്രോ, മോണോ റെയിൽ, ട്രാംവേ. ഇനി അടുത്തത് ഇൻലൻഡ് വാട്ടർവേസ് ഇല്ലേ. ഇൻലൻഡ് വാട്ടർവേസ് എന്ന് പറയുമ്പോൾ ഉൾനാടൻ ജലഗതാഗതം ഉണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ ആലപ്പുഴ, കൊച്ചി ഈ ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ കൂടുതൽ ബോട്ടല്ല ഉപയോഗിക്കുന്നുണ്ടാവുക അല്ലേ. ബസ്സിനെക്കാട്ടി കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നത് ബോട്ടിലാണ്, നാട്ടിൻ പ്രദേശത്തൊക്കെ. സോ ഈ സ്ഥലങ്ങൾക്കുള്ള ലോക്കൽ ട്രാൻസ്പോർട്ട്സിന് ഇൻലൻഡ് വാട്ടർവേസ് ആണെങ്കിൽ എക്സംഷൻ കിട്ടും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇറ്റ് ഷുഡ് ബി ത്രൂ എ നാഷണൽ വാട്ടർവേ. ദേശീയ ജലഗതാഗതം ഉണ്ടല്ലേ, ദേശീയ ജലപാത, അതെ, ആ രീതിക്ക് ഒരു സ്ഥലങ്ങൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൂടെ ട്രാവൽ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുള്ളൂ. ഇൻലൻഡ് വാട്ടർവേസ് അല്ലേ ഡെഫിനേഷനിൽ വരണമെങ്കിൽ നാഷണൽ വാട്ടർവേയിലൂടെ തന്നെ ട്രാവൽ ചെയ്യണം. ക്ലിയർ. ഫോർ എക്സാമ്പിൾ ഈ കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും ബോട്ട് സർവീസ് ഉണ്ട്. കൊച്ചി ടു എക്സാമ്പിൾ മറൈൻ ഡ്രൈവ് മുതൽ ബോൾഗാട്ടി പാലസോ അല്ലെങ്കിൽ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി വരയ്ക്കില്ലേ, അത് നാഷണൽ വാട്ടർവേ ആണ്. നാഷണൽ വാട്ടർവേയിലൂടെ ട്രാവൽ ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. ജി എസ് ടി അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഫൈൻ. അടുത്തത് കൊച്ചി ടു ലക്ഷദ്വീപും അല്ലെങ്കിൽ ചെന്നൈ ടു ആൻഡമാനും ഒക്കെ വരുന്ന ടൂറിസം പർപ്പസിനുള്ള ഈ പറയുന്ന വെസൽ സർവീസ്, കൊച്ചി ടു ലക്ഷദ്വീപ് വെച്ചോളൂ. ടൂറിസം പർപ്പസ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. അതർ ദാൻ ടൂറിസം ഇല്ലേ, പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഇഫ് ഇറ്റ് ഇസ് എ ക്രൂസ് ഷിപ്പ്, ടെൽ മീ, ക്രൂസ് ഷിപ്പ് പർപ്പസ് എന്താ? ടൂറിസം ആണെങ്കിൽ ടാക്സബിൾ ആണോ, ലെസ് ഓർണോ? ടാക്സബിൾ ആണ്. പർപ്പസ് ടാക്സബിൾ ആണ്. കാരണം വെച്ചാൽ ടൂറിസം പർപ്പസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ടാക്സ്ഡ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഓട്ടോറിക്ഷയ്ക്കും എന്ത് കൊടുത്തിട്ടുണ്ട്? എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഈ റിക്ഷ പറഞ്ഞാൽ ഇലക്ട്രിക് റിക്ഷയ്സ് അല്ലേ, ഇലക്ട്രിക് റിക്ഷാസിനൊക്കെ എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. വെഹിക്കിൾസിൽ ഈ പറയുന്ന ലിസ്റ്റിനാണ് എക്സംഷൻ കൊടുത്തത്. റോപ്പ് വേ, കേബിൾ കാറിന് എക്സംഷൻ ഉണ്ടായത് പണ്ടൊക്കെ എടുത്ത് കളഞ്ഞു. ഓക്കെ, ഇതാണ് മൊത്തത്തിൽ ഒരു എക്സംഷൻസ് ലിസ്റ്റ് കൊടുത്തിരിക്കുക. നൗ ടെൽ മീ, നിങ്ങൾക്ക് അടിക്കാം ഓട്ടോറിക്ഷ എക്സംപ്റ്റഡാ പറഞ്ഞു. അപ്പോൾ ഒരു ഊബർ ഓല അല്ലേ, ഊബർ ഓലയിലൊക്കെ നിങ്ങൾ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്യണമെങ്കിൽ, ഊബർ ഓട്ടോ ബുക്ക് ചെയ്യണമെങ്കിൽ അതിന് എക്സംഷൻ കിട്ടില്ല. കാരണം അതിൻ്റെ ജി എസ് ടി അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാം? ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിന് എക്സംഷൻ കിട്ടില്ല, ഇറ്റ് വിൽ ബി ടാക്സബിൾ. അതാണ് ഈ ലാസ്റ്റ് എടുത്ത് പറയുന്നത്. ഈ എന്നുള്ള പോയിന്റ് എക്സംഷൻ കിട്ടില്ല. ഇഫ് സർവീസ് ഇസ് ത്രൂ ECU ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിലൂടെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലയബിൾ ടു GST. ക്ലിയർ? യെസ്. സോ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നോക്കോളൂ. ഡൽഹി ടു കൊച്ചിൻ AC ട്രെയിൻ സർവീസ് ആണെങ്കിൽ എന്തായിരിക്കും? AC ട്രെയിൻ സർവീസസ് വിൽ ബി ടാക്സബിൾ. ശരിയല്ലേ? AC, നോൺ AC വിൽ ബി ടാക്സബിൾ. റേഡിയോ ടാക്സി സർവീസ് ഫ്രം കൊച്ചി ടു ഹോട്ടലിലെ ഓൺലൈൻ ഊബർ പോലത്തെ സർവീസ് ആണെങ്കിൽ, ഊബർ ഓല സർവീസ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ടാക്സബിൾ ആണ് അല്ലേ? റേഡിയോ ടാക്സി വിൽ ബി ടാക്സബിൾ. കൊച്ചി മെട്രോ റെയിൽ സർവീസ്, മെട്രോ മോണോ റെയിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻലൻഡ് വാട്ടർവേ ആണെങ്കിൽ ഏതാ, ജലഗതാഗതമില്ലേ, ഇൻലൻഡ് വാട്ടർവേസ് ആണെങ്കിൽ എക്സംഷൻ ആയിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഷുഡ് ബി ത്രൂ നാഷണൽ വാട്ടർവേ ഇല്ലേ, ഇറ്റ് ഷുഡ് ബി ത്രൂ നാഷണൽ വാട്ടർവേസ്. ഇനി 2 days സ്റ്റേ ഇൻ ഹൗസ് ബോട്ടില്ലേ, ഹൗസ് ബോട്ട് 3000 rupees പെർ ഡേ, ഇതായിരിക്കും ടാക്സബിൾ ആണ്. ഹൗസ് ബോട്ട്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതിൽ കം അണ്ടർ അക്കോമഡേഷൻ സർവീസസ്. ട്രാൻസ്പോർട്ടേഷൻ അല്ല കൂടുതലും, അത് അക്കോമഡേഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരും. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് ക്രൂസ് ഷിപ്സ് ഒക്കെ
ടൂറിസം പർപ്പസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ ടാക്സബിൾ. ടൂറിസം പർപ്പസ് ആണെങ്കിൽ ടാക്സബിൾ കാറ്റഗറിയിൽ വരും. ഓക്കെ, സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ്സ് എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആണ്. കാരണം സ്ലീപ്പർ എ സി ആൻഡ് ഫസ്റ്റ് ക്ലാസ് മാത്രമല്ലേ ടാക്സ് ചെയ്യുന്നുള്ളൂ. സ്ലീപ്പർ ക്ലാസ് വിൽ ബി എക്സംപ്റ്റഡ്. ഓക്കെ ഫൈൻ. സോ നമ്മൾ അടുത്തൊരു എക്സംഷൻ കവർ ചെയ്തു. ഏതാ? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ഇല്ലേ, പാസഞ്ചേഴ്സ് ബൈ റോഡ് റെയിൽ വെസൽസ് ഇല്ലേ, വാട്ടറൊക്കെ എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള സർവീസ്. ക്ലിയർ. സ്പോർട്സുമായി ബന്ധപ്പെട്ട് സ്പോർട്സ്മെൻസിനില്ലേ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കില്ലേ, അവർക്ക് കിട്ടുന്ന റവന്യൂക്കും GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല, സബ്ജക്റ്റ് ടു വേരിയസ് കണ്ടീഷൻസ്. ക്ലിയർ. അത് ഇതൊക്കെയാണ് നമുക്ക് നോക്കാം. സ്പോർട്സുമായി ബന്ധപ്പെട്ട സർവീസ്. എക്സാമ്പിൾ, സഞ്ജു സാംസങ് പ്ലേയിങ് ഫോർ ഇന്ത്യൻ ടീം വെച്ചോളൂ. ഇന്ത്യൻ ടീം ആൻഡ് ഹീസ് ഓൾസോ ഗെറ്റിംഗ് ഇൻകം ആസ് രാജസ്ഥാൻ റോയൽസ് അല്ലേ, രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിട്ട് ഹീസ് ഗെറ്റിംഗ് റവന്യൂ. ഈ രണ്ട് സ്ഥലത്തു നിന്ന് ഇൻകം കിട്ടുന്നതിന് GST. ഈസ് പേയിങ് ഫോർ IPL, ഇറ്റ്സ് എ ടാക്സബിൾ സപ്ലൈ. IPL കളിക്കുകയാണെങ്കിൽ GST അപ്ലിക്കബിൾ ആണ്. ഇഫ് ഈസ് പ്ലേയിങ് ഫോർ ഇന്ത്യൻ ടീം, ഇന്ത്യൻ ടീമിന് കളിക്കുകയാണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ യെസ്, സോ എക്സംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ആദ്യം സർവീസ് ബൈ എൻ ഇൻഡിവിജ്വലേ ആസ് 5 കാറ്റഗറീസ് അല്ലേ, 5 കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് മാത്രമാണ് എക്സംഷൻ കൊടുത്തിരിക്കുന്നത്. അല്ല, ആരൊക്കെയാണ് നോക്കൂ. പ്ലെയർ, അമ്പയർ, റഫറി, ടീം മാനേജർ ആൻഡ് കോച്ച്. ഈ 5 ആൾക്കാർക്ക് മാത്രമാണ് എക്സംഷൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു എ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി. ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു എ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡി. സോ ഈ ലിസ്റ്റിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് എക്സംഷൻസ് കിട്ടുള്ളൂ. റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡി ലിസ്റ്റില്ലേ, ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാം അല്ലേ. സോ ഈ ലിസ്റ്റിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് എക്സംഷൻ. സോ ടെൽ മീ, ഇഫ് പ്ലെയർ ഇസ് പെർഫോമിംഗ് ഫോർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ കോച്ച് ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ സച്ച് ഇൻകം വിൽ ബി എക്സംപ്റ്റഡ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മൾ സായി പറയും അല്ലേ, കൊച്ചിയിലൊക്കെ ഉണ്ട്. കൊച്ചിയിൽ മീൻസ് ഇവിടെയുണ്ട്, തൃശ്ശൂരുണ്ട്, കൊല്ലമുണ്ട്. ഓക്കെ, സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡിയാണ്. അവരുടെ സർവീസുകൾക്ക് GST അടയ്ക്കേണ്ട ആവശ്യമില്ല. മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ഇല്ലേ, നാഷണൽ സ്പോർട്സ് ഫെഡറേഷനിലെ അവരുടെ സർവീസുകൾക്കും GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. സ്പോർട്സ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ, ഫെഡറേഷൻ ഓർ ബോഡി വിച്ച് റെഗുലേറ്റ്സ് അറ്റ് എൻ ഇന്റർനാഷണൽ ലെവലിലെ. സോ ലിസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇത്രയും ആൾക്കാർ റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡി ലിസ്റ്റിൽ വരും. എക്സാമ്പിൾ, BCCA വിൽ കം അണ്ടർ ഏത് കാറ്റഗറിയാണ്? ഫെഡറേഷൻ ഓർ ബോഡി വിച്ച് റെഗുലേറ്റ്സ് നാഷണൽ സ്പോർട്സ് ലെവലിലെ ആ ലാസ്റ്റ് കാറ്റഗറിയിലെ 6ാമത്തെ കാറ്റഗറിയിൽ വരും. ക്ലിയർ. സോ വൺസ് അഗെയിൻ ഈ ഒരു കോൺസെപ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. അഞ്ച് കാറ്റഗറി ഓഫ് ആൾക്കാരില്ലേ, 5 കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് എക്സംഷൻ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാ? കോച്ച്, അമ്പയർ, റഫറി, ടീം മാനേജർ അല്ലേ, ടീം മാനേജർ, പ്ലെയർ. ഈ 5 ആൾക്കാർക്കാണ് എക്സംഷൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡി ആയിരിക്കണം. എത്ര കാറ്റഗറി ഉണ്ട്? 6 കാറ്റഗറി. ഈ 6 കാറ്റഗറിയിൽ ഏതൊക്കെ വരിക? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വരും. പിന്നെ ഏതാ? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ, നാഷണൽ സ്പോർട്സ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ ആൻഡ് അതർ ഫെഡറേഷൻസ്. ക്ലിയർ. സോ ടെൽ മീ, സഞ്ജു സാംസങ് പ്ലേയിങ് ഫോർ ഇന്ത്യൻ ടീം എന്തായിരിക്കും? ഹീസ് പ്ലേയിങ് ഫോർ BCCA, അതർ ഫെഡറേഷൻസ് ഉള്ള 6ാമത്തെ കാറ്റഗറിയില്ലേ വരും. സോ അങ്ങനെ സഞ്ജു സാംസങ് ഗെറ്റിംഗ് ഇൻകം വിൽ ബി ഗെറ്റിംഗ് എന്താ? എക്സംഷൻ. സഞ്ജു സാംസങ് പ്ലേയിങ് ഫോർ IPL മാച്ചസ് വെച്ചോളൂ. IPL കളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ടാക്സബിൾ ആണ്, കാരണം ഈ ലിസ്റ്റിൽ പറയുന്നില്ല. ഓക്കെ ഫൈൻ. സോ എക്സാമ്പിൾ, വിരാട് കോഹ്ലി എടുക്കാം. വിരാട് കോഹ്ലി അസ്യൂം ഹീസ് പ്ലേയിങ് ഫോർ ഇന്ത്യൻ ടീം. ഈസ് പ്ലേയിങ് ആസ് എ ടീം ഇല്ലേ, പ്ലെയർ, ഇന്ത്യൻ ടീം. ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ, വിരാട് കോഹ്ലി കളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡി ലിസ്റ്റിലില്ലേ വരുന്നുണ്ട്, ആര്? BCCA. അങ്ങനെയാണെങ്കിൽ സച്ച് സർവീസസ് ആർ എക്സംപ്റ്റഡ്. IPL കളിക്കുകയാണെങ്കിൽ
ടാക്സബിൾ ആണ്, കാരണം റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡി അല്ല. റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡി ഹി ഈസ് പേയിങ് ഫോർ RCB, which is a franchisee. Okay, fine. Now tell me, what happens if he is getting advertisement income? Obviously taxable ആണ്, തർക്കമൊന്നുമില്ല. ക്രിക്കറ്റ് അക്കാഡമി നടത്തണമെങ്കിൽ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്രിക്കറ്റ് അക്കാഡമി ഒക്കെ നടത്തണമെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരിക്കണം അല്ലെ. ക്രിക്കറ്റ് അക്കാഡമി നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരിക്കണം. ദിസ് ഇസ് ഓൾവേസ് ടാക്സബിൾ. അവാർഡ് കിട്ടുകയാണെങ്കിൽ, ഇത് സപ്ലൈ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും, പക്ഷേ മനസ്സിലാക്കുക അവാർഡ് കിട്ടുന്നത് സപ്ലൈ അല്ല, GST വരില്ല. അവാർഡ് കിട്ടുന്ന ആക്ച്വലി കൺസിഡറേഷൻ അല്ല, സപ്ലൈ അല്ല, നോട്ട് എ സപ്ലൈ, നോട്ട് ലയബിൾ ടു GST. I hope this is clear. Okay. എക്സാമ്പിൾ ഇതേപോലെ റഫറി എന്തായിരിക്കും, എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും, GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. അമ്പയർ അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. കോച്ച്, എക്സാമ്പിൾ രാഹുൽ ദ്രാവിഡ് വെച്ചു, ഇന്ത്യൻ ടീം കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്, ഹീസ് ഗെറ്റിംഗ് റവന്യൂ, നോ നീഡ് ടു പേ GST. സേവ ക്രിക്കറ്റ് അക്കാഡമി ഇതിലേക്ക് ഞാൻ വരാം. IPL പ്ലേയേഴ്സ്, ലിസൺ, IPL പ്ലേയേഴ്സ്, IPL നടത്തുന്നത് BCC ആണെങ്കിലും ഈ പ്ലേയേഴ്സിന് റവന്യൂ ഇല്ലേ, റവന്യൂ കിട്ടുന്നത് ഇറ്റ് ഈസ് ഫ്രം എ ഫ്രാഞ്ചൈസി അല്ലേ, ക്ലബിൽ നിന്ന് പൈസ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലബ്ബുകളൊന്നും എന്തല്ല, റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡി അല്ലാത്തതുകൊണ്ട് യു ഹാവ് ടു പേ GST. ഓക്കെ. ഇനി ഇതല്ലാതെ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, കമൻറ്റേറ്റേഴ്സ്, സെലക്ടേഴ്സ്, ക്യൂറേറ്റർ എന്നൊക്കെയുള്ള ആൾക്കാരില്ലേ, ഇവരൊക്കെ റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡിക്കാണ് സർവീസ് എങ്കിലും GST വരും. കാരണം 5 കാറ്റഗറി അല്ലാത്ത എല്ലാവർക്കും എന്ത് വരും, GST വരും. കമൻറ്റേറ്റേഴ്സ്, ക്യൂറേറ്റേഴ്സ്, പ്രിച്ച് റിപ്പോർട്ടൊക്കെ അല്ലേ, ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നടത്തുന്ന വ്യക്തിയില്ലേ, അതൊന്നും ആ ലിസ്റ്റിൽ വരാത്തതുകൊണ്ട് യു ഹാവ് ടു പേ GST. ഓക്കെ, ഫൈൻ. ഇനി സ്പോൺസർഷിപ്പ് ഓഫ് സ്പോർട്സ് ഇവൻറ്റ്സ് ഉള്ള ടോപ്പിക് കൂടി ഉണ്ട്, ജസ്റ്റ് വൺ ടൈം വായിച്ചു വെച്ചാൽ മതി. അതായത് ഈ ടാറ്റ IPL എന്ന് പറയുമ്പോൾ IPL എന്നുള്ള ടൈറ്റിൽ സ്പോൺസർ ആരാ, ടാറ്റ. ഫോർ ദാറ്റ് യു ഹാവ് ടു പേ 500 crores ആണ് ആ പേര് വെക്കാൻ ടാറ്റ പേ ചെയ്തത്. സോ അങ്ങനെയാണെങ്കിൽ സ്പോൺസർഷിപ്പ് സർവീസ് ഇസ് പ്രൊവൈഡഡ് ബൈ ആരാ, BCCI, റിസീവ്ഡ് ബൈ ആരാ, ടാറ്റ. ദിസ് സർവീസ് ഇസ് ടാക്സബിൾ. റെക്കഗ്നൈസ് സ്പോർട്ടിംഗ് ഇവന്റ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ട്. ഈ റെക്കഗ്നൈസ് സ്പോർട്ടിംഗ് ഇവന്റിന്റെ പ്രോഗ്രാം ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. എക്സാമ്പിൾ SGFI, സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, റെക്കഗ്നൈസ് സ്പോർട്ടിംഗ് ഇവന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ യോണെക്സ് എന്നുള്ള കമ്പനിയിലെ ഇവർക്ക് പേയ്മെന്റ് കൊടുത്ത ശേഷം ഇവിടെ നിന്ന് ഒരു ഇവന്റിലെ സ്പോൺസർഷിപ്പ് സർവീസ് അല്ലേ പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഫോർ എക്സാമ്പിൾ 10 lakh rupees ഇട്ടാൽ ദിസ് 10 lakhs വിൽ ബി എക്സംപ്റ്റഡ്. GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ. സോ റെക്കഗ്നൈസ് സ്പോർട്ടിംഗ് ഇവന്റിത്തെ ആ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ആ ഇവന്റിൽ വരുന്ന ആൾക്കാരില്ലേ അവർക്ക് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഒക്കെ ഇല്ലേ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. ക്ലിയർ. സോ വിൽ ടേക്ക് എ ക്വസ്റ്റ്യൻ ഫോർ പ്രാക്ടീസ്. ഓക്കെ. Okay, a cricketer, Mr. MS Dhoni, is getting revenue from BCCI, India-Australia tournament. India-Australia tournament tell me അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡി അല്ലേ, BCCI റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡിയാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് സർവീസ് വിൽ ബി എക്സംപ്റ്റഡ്. അടുത്തത് IPL മാച്ചസ് ഫ്രാഞ്ചൈസി ആണെങ്കിൽ എന്തായിരിക്കും, ടാക്സബിൾ, ഉറപ്പല്ലേ. യെസ്. ബ്രാൻഡ് അംബാസിഡർ ഫോർ എ കോർപ്പറേറ്റ് ഇവന്റ് ഒബ്വിയസ്ലി ടാക്സബിൾ ആണ്, കാരണം ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു സ്പോർട്സ് അറ്റ് ഓൾ. അടുത്ത ഖേൽ രത്ന അവാർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് എ സപ്ലൈ തന്നെ എഴുതണം, കൺസിഡറേഷനേ അല്ല, കാരണം അതിൻ്റെ കേസ് ഒരു ആക്ടിവിറ്റി ഇൻവോൾവ് അല്ല. റെസിപ്റ്റ് ആസ് എ കോച്ച് ഇല്ലേ, കോച്ച് ടു എ ക്ലബ്, ഫോർ എക്സാമ്പിൾ ഒരു ക്രിക്കറ്റ് ക്ലബിനാ വെച്ചോളൂ കോച്ച് സർവീസ്, ഇറ്റ് വിൽ ബി ടാക്സബിൾ. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബ് റെക്കഗ്നൈസ് സ്പോർട്സ് ബോഡി അല്ല, ഹെൻസ് ഇറ്റ് ഇസ് ടാക്സബിൾ. Club is not a recognized sports body, hence it is taxable. I hope it is clear. Okay, fine. So നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു.
So balance again, balance we'll discuss in next class. Okay.